നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് ഡോക്ടർ സോമനാണ്. അദ്ദേഹം വളരെ പ്രമുഖനായ ഒരു ജിയോളജിസ്റ്റാണ്. നമ്മുടെ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിൽ ദീർഘകാലം ജോലി ചെയ്ത ആളാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ വിഷയത്തിൽ പഠനം നടത്തിയിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ മലയാളികളായ നമ്മൾക്ക് അല്ലെങ്കിൽ കേരളത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് എന്ത് മുൻകരുതലുകൾ എടുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണ്. നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഡോക്ടർ സോമൻ. അദ്ദേഹം നമ്മുടെ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിലെ ശാസ്ത്രജ്ഞനായിരുന്നു. പരിസ്ഥിതി മേഖലയിൽ, ജിയോളജി മേഖലയിൽ ദീർഘകാലം ഗവേഷണം നടത്തി ഒരുപാട് ലോകരാജ്യങ്ങൾ മുഴുവൻ സഞ്ചരിച്ച് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലെ സാധാരണ ആളുകൾക്ക് പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് അദ്ദേഹത്തെ നമ്മളൊന്ന് ക്ഷണിച്ച് അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ അത് കേൾക്കാം. സാറിപ്പോൾ ഈ ജിയോളജി ഏരിയയിലേക്ക് വന്നിട്ട് 50 വർഷമെങ്കിലും ആയില്ലേ? അതെ, ഞാൻ 74 MSc ഇൻ അപ്ലൈഡ് ജിയോളജി വിത്ത് മൈനിങ് എഞ്ചിനീയറിംഗ് ആയിട്ട് പാസ്സായതാണ്. അതിൻ്റെ വന്നു, ആ വർഷം തന്നെ തിരിച്ച് ഇന്ത്യയിൽ വന്നു. സെസിൽ വന്നു? സെസിൽ വന്നില്ല, ഞാൻ മോസ്കോയിലാണ് പഠിച്ചത്. ഓ ശരി. അതായത് പാട്രിസ് ലൂംബ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സെലക്ഷൻ കിട്ടി പോയതാണ്. 74 പാസ്സായി കഴിഞ്ഞ് ഇവിടെ വന്നു. എനിക്ക് അന്ന് ജിയോളജിക്ക് കൂടുതൽ ആളുകൾ പാട്രിസ് ലൂംബയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഇന്ത്യയിൽ നിന്ന്. ഇല്ല, അവിടെ അന്ന് ഉണ്ടോ? ഇല്ല, റൂർക്കി യൂണിവേഴ്സിറ്റി ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ അന്ന് പാട്രിസ് ലൂംബയിൽ നിന്ന് എനിക്ക് മുമ്പ് ഒരാളിറങ്ങി മലയാളിയായിട്ട്. അദ്ദേഹം ഇപ്പം ജർമ്മനിയിലാണ്. മറ്റേ രാജേന്ദ്രൻ നായർ സാറൊക്കെ അതിനുശേഷം അദ്ദേഹം PhD ചെയ്യാനായിട്ട് ലെനിൻഗ്രാഡിൽ പോയി. ഞങ്ങൾ ഈ 5 ഇയർ ആദ്യത്തെ ഫസ്റ്റ് ഡിഗ്രി, അതായത് 5 ഇയർ ഇൻ്റർഗ്രേറ്റഡ് കോഴ്സിലായിട്ട് എഞ്ചിനീയറിംഗ് ഫാക്കൾട്ടിയിലേക്ക് 74 ഞാൻ തിരുവനന്തപുരത്ത് വരുന്നു. ഒരു ചെറിയ അസൈൻമെൻറ്റ് പ്ലാനിംഗ് ബോർഡിൽ ആ സമയത്ത് കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് റിഫ്രാക്ടറീസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അച്യുതമേനോൻ്റെ ഗവൺമെൻറ്റാണ്. അപ്പം ഈ നമ്മുടെ നമുക്ക് ആവശ്യത്തിലധികം ഉണ്ടായിരുന്ന ഒരു സമയത്ത് ചൈനക്കളെ, അതുപോലെ ചവറയിൽ നിന്നുള്ള സെലിമനൈറ്റ്, സിർക്കോൺ, അങ്ങനെയുള്ള മിനറൽസ് ഇതെല്ലാം കൂടെ ഉപയോഗിച്ച് സ്പെഷ്യൽ റിഫ്രാക്ടറീസ് എന്ന് പറയുന്ന പ്രോജക്റ്റ്. എന്ന് പറയാം, ഈ റിഫ്രാക്ടറീസ് വലിയ ഈ ഫർണസുകളുണ്ടല്ലേ, സ്റ്റീൽ മില്ലിൻ്റെയൊക്കെ ഫർണസ്, അവിടുത്തെ ചൂട് താങ്ങാനായിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഇഷ്ടികകളാണ്. അതാണ് ഈ റിഫ്രാക്ടറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അത് 1500-2000 ഡിഗ്രി സെൻറ്റിഗ്രേഡൊക്കെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ സമയത്ത് ഇന്ദിരാഗാന്ധി ഒരു 3-4 സ്റ്റീൽ മില്ലുകൾ പ്ലാൻ ചെയ്യായിരുന്നു. ഒന്ന് വൈശാഖ്, പിന്നെ ഒരെണ്ണം സേലം. അപ്പോൾ നമ്മുടെ അയൺ ഡെപ്പോസിറ്റ്സ് ഉള്ളിടത്തെല്ലാം അങ്ങനെ ഒരു പ്ലാൻ അന്ന് നിലവിലുണ്ട്. ആ സമയത്ത് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ, ഇവിടുത്തെ ബോർഡിൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന KT ചാണ്ടി, അദ്ദേഹം സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിരുന്ന ആളാണ്. സോ അദ്ദേഹത്തിന് ഇതിന് ബോധം ഉണ്ടായിരുന്നു. TV തോമസും മന്ത്രി. അപ്പോൾ അത് ഇവിടെ ഒരു ഓപ്ഷൻ, നമുക്ക് കുറച്ച് മിനറൽസ് ഉണ്ട്, അതിനെ പ്രോപ്പറായിട്ട് ഇതാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിന് വാല്യൂ അഡീഷനും കിട്ടി, തൊഴിലുമായി, പ്ലസ് ഇതിനൊരു യൂസും ഉണ്ട്. അങ്ങനെ ഒരു സോവിയറ്റ് ടീമിൻ്റെ ഡെലിഗേഷൻ വരുന്ന സമയമാണ്. അപ്പോൾ ഞാനിവിടെ പാസ്സായിരിക്കുക. അപ്പോൾ ഞാൻ ജിയോളജിസ്റ്റുമാണ്, റഷ്യനും അറിയും. അപ്പോൾ അവരുടെ കൂട്ടത്തിലാണ് എന്നെ ഒരു ചെറിയ അസൈൻമെൻറ്റിലൊക്കെ ASIDC എടുത്തു. അത് കഴിഞ്ഞപ്പോൾ പ്ലാനിംഗ് ബോർഡിൽ അന്ന് ഈ മലബാർ സിമെൻറ്റിൻ്റെയൊക്കെ ചർച്ച നടക്കുന്ന സമയമാണ്. അതൊരു KS നടരാജൻ സാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ അസിസ്റ്റൻ്റ് ആയിട്ട് ആറ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മൈനിങ് ആൻഡ് ജിയോളജി PSC വഴി കയറി. അവിടെ ഒരു 14 മാസം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനറൽ എക്സ്പ്ലോറേഷൻ കോർപ്പറേഷൻ നാഗ്പൂരിലാണ് ജോലി കിട്ടിപ്പോയി. എന്നിട്ട് 79 സെസ് തുടങ്ങുന്ന സമയത്ത് ഐ കെയിം ബാക്ക് ആൻഡ് ജോയിൻഡ് സെസ്. അതാണ്. അപ്പോൾ 74 തൊട്ടായതുകൊണ്ട് ജിയോളജി സൈഡ് ആഫ്റ്റർ ദിസ് വൺ. അപ്പോൾ 74 പോയിട്ട് 50 വർഷം ആയിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുകയാണ്. സാർ, ഇപ്പോൾ ആൾക്ക് ഒരുപാട് ആശങ്കയുള്ളതാണ് നമ്മുടെ ഈ പരിസ്ഥിതി പ്രശ്നം. അപ്പോൾ സാറ് നേരത്തെ ഒരിക്കൽ സംസാരിച്ചപ്പോൾ സാറ് തന്നെ പറഞ്ഞു, ക്ലൈമറ്റ് ചേഞ്ചും നമ്മുടെ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളും തമ്മിൽ നമ്മൾ ബന്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടായിട്ട് തന്നെ കാണണം. ക്ലൈമറ്റ് ചേഞ്ച് അതിനെ അഗ്രവേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ വേറെ ഉണ്ടെന്ന് സാറിപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. അതൊന്ന് വിശദീകരിക്കാമോ? അതായത് നമ്മൾ പ്രകൃതി ദുരന്തം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ള ശക്തികൾ തരുന്ന ദുരന്തങ്ങളാണ് നാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എന്താണ് പ്രധാനപ്പെട്ട പ്രകൃതി ദുരന്തങ്ങളെന്ന് പറഞ്ഞാൽ, നമുക്ക് ഭൂചലനം നമുക്കറിയാം. നമുക്ക് 2004 കഴിഞ്ഞപ്പോൾ സുനാമി എന്താണെന്ന് അറിയാം. അതിന് മുമ്പും പിന്നെയൊക്കെ കാര്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ലാൻഡ് സ്ലൈഡ്സ്, അതായത് ഉരുൾപൊട്ടലും അല്ലെങ്കിൽ ഡെബ്രീസ് ഫ്ലോ ഇങ്ങനെ വരുന്നത്. അത് കഴിഞ്ഞ് അപ്പോൾ ഇത് മറ്റു ചില രാജ്യങ്ങളിൽ, ജപ്പാന്, ലാറ്റിൻ അമേരിക്ക വരുമ്പോൾ ഈ ലാൻഡ് സ്ലൈഡിന് വേറൊരു രൂപമാണ്, അത് മഡ് ഫ്ലോ എന്ന് പറയും.
കാര്യം വോൾക്കാനിക് ആഷൊക്കെ കിടക്കുന്ന ചെറുതായിട്ട് അത് മഡ് ഫ്ലോ ഇങ്ങനെ വന്ന് ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെയും ഡാർജിലിങ്ങിലെ പണ്ട് നടന്ന, അതായത് 60കളിലാണെന്ന് തോന്നുന്നു, 1000-ലധികം ആളുകൾ മരിച്ചൊരു ലാൻഡ് സ്ലൈഡിലാണ്. പിന്നെ മാൽപ്പ ലാൻഡ് സ്ലൈഡ് വേറെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ജിയോളജിയായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ലാൻഡ് സർഫസിൽ നടക്കുന്ന. പിന്നെ വരുന്ന ജലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതിനകത്ത് നമുക്ക് ഫ്ലഡ്സ് ഉണ്ട്. പ്രധാനമായിട്ട് ഫ്ലഡ്സ് ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഈ ടൗൺഷിപ്പും ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ അർബൻ ഫ്ലഡിങ് വേറൊരു രീതി വന്നിട്ടുണ്ട്. അപ്പം ജലവുമായിട്ട് തന്നെ നമ്മൾ ഗ്ലേസിയേഴ്സിനെ ബന്ധപ്പെടുത്തണം. കാര്യം ഐസ് ജലത്തിൻ്റെ വേറൊരു ഫോമാണല്ലോ. അപ്പോൾ അതിങ്ങനെ ടെമ്പറേച്ചർ കൂടി ഉരുകി വന്നിട്ട് അവിടെ വലിയ ക്യാവിറ്റീസ് ഉണ്ടായി ഒരു സ്ഥലം ലേക്ക് ഫോർമേഷൻ നടക്കും. ആ ലേക്ക് വന്നിട്ട് കുറച്ച് കഴിയുമ്പം അവൻ പൊട്ടിയങ്ങ് പോകും. നമ്മൾ ഉറങ്ങിയിരിക്കുമ്പോൾ വലിയൊരു ക്വാണ്ടിറ്റി വെള്ളം താഴോട്ട് വന്ന് ബദ്രീനാഥ് അവിടെയൊക്കെ നടക്കുന്ന, ഹിമാലയത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇന്ത്യയിലെ ഇത് കൺഫൈൻ ചെയ്ത് പറഞ്ഞാലാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ക്ലൈമാറ്റിക്കാണ്. അപ്പോൾ അത് നമുക്കറിയാം, ചുഴലിക്കാറ്റ്. നമുക്ക് പണ്ട് മഴ ക്ലൈമാറ്റിക്കായിട്ട് നമ്മൾ മഴ മാത്രമേ കണ്ടിട്ടുള്ളൂ. മഴയുടെ ഗതിയും രീതികളെല്ലാം അങ്ങ് മാറി. അപ്പം എക്സ്ട്രീം റെയിൻസ് വന്നു തുടങ്ങി. അപ്പം അത് കഴിഞ്ഞിട്ട് സൈക്ലോൺസ്, ആകാശം അറ്റ്മോസ്ഫറിക് ആൻഡ് വാട്ടർ രണ്ടും കൂടെ കൂടുന്ന, അറ്റ്മോസ്ഫറിക് ക്ലൈമറ്റോളജിയും ഇതും കൂടെ കൂടുന്ന. അപ്പോൾ ഇത് കയറി വന്നു. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഈ ആദ്യം നമ്മൾ ഈ മൺസൂണിനെ കുറിച്ച് നമ്മൾ പറയുമ്പം മൺസൂൺ അതൊരു പെർഷ്യൻ വാക്കിൽ നിന്ന് വരുന്നതാണ്. മൺസൂണിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നത് ഒരു 1.5 കോടി വർഷത്തിന് മുമ്പ് ആണ് അതിൻ്റെ ഉത്ഭവം എന്നാണ് പറയുന്നത്. 15 മില്യൺ. അതായത് ഇന്ത്യൻ ഓഷ്യൻ എക്സ്പെഡിഷൻ നടക്കുമ്പോൾ, അതായത് അതൊരു ഇൻ്റർനാഷണൽ എഫർട്ടായിരുന്നു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ജപ്പാനും ജർമ്മനിയും ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും. അപ്പോൾ അന്നുണ്ടായതാണ് ഇന്ത്യൻ ഓഷ്യൻ എക്സ്പെഡിഷൻ. ആ സ്റ്റഡീസിലാണത് ഇതിൻ്റെ നിശ്ചയം വന്നത്. മൺസൂൺ അത് കാര്യം ഇതിൻ്റെ സെഡിമെൻസിൻ്റെ ബാക്കി കടലിൽ കിടപ്പുണ്ട്. അതിൽ നിന്നുള്ള പോളൻ അനാലിസിസ് എല്ലാം ചെയ്തിട്ടാണ് അമേരിക്കൻ സയൻറ്റിസ്റ്റുകളും എല്ലാം ഇത് വന്നിട്ട് ഇത് 15 മില്യൺ ഇയേഴ്സിന്. അത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ തീരത്ത് കാണുന്ന വർക്കല ഫോർമേഷൻസ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ക്ലിഫ്, വർക്കല, ആ സെഡിമെൻറ്റ്സ് ഇതിൻ്റെ ഏജസും എല്ലാമായിട്ട് ബന്ധമുണ്ട്. അപ്പം മഴയുടെ വരവിന് ശേഷമാണ് ഈ ഇത്രയും കണ്ട സെഡിമെൻറ്റ്സ് ഒക്കെ വരാൻ പോകുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ സമയത്താണ് നമ്മുടെ NIOയുടെ സൃഷ്ടിയും ഈ ഇന്ത്യൻ ഓഷ്യൻ എക്സ്പെഡിഷൻ്റെ ബാക്കി പത്രം, അതുപോലെ പൂനെയിലെ ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ, അതെല്ലാം ഇതിൻ്റെ അപ്പം നമ്മൾ നോക്കണം. അപ്പം സയൻസിനൊരു വലിയ റോളുണ്ടെന്ന് പറയാം. അപ്പോൾ ഇതാണ് കടലുമായിട്ട്. പിന്നെ കടലിലുള്ളതാണ് നമ്മൾ എർത്ത്ക്വേക്ക് പറഞ്ഞല്ലേ, എർത്ത്ക്വേക്ക് കടലിനടിയിലാണ് ഉണ്ടാകുന്നതെങ്കിൽ വലിയ എർത്ത്ക്വേക്ക് ആണെങ്കിൽ വലിയൊരു വോളിയം വെള്ളം തള്ളി മാറ്റും. അത് വേവ്സിൻ്റെ ഫോമിൽ വന്ന് അടിക്കുന്നതാണ് സുനാമി. സാറേ, അതിലൊരു സംശയം ചോദിച്ചോട്ടെ. ഈ നമ്മൾ ആദ്യമായിട്ട് ഈ വാക്ക് കേൾക്കുന്ന 2004, ഞാൻ അതിന് മുമ്പ് കേട്ടിട്ടില്ല. പക്ഷേ അതിനുശേഷം എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ആളുകൾ സംസാരിക്കുന്ന ഒരു ടേമായിട്ട് മാറി. രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും പിന്നെ സുനാമി വരാൻ സാധ്യതയുണ്ട്, സുനാമി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 2004 മുമ്പ് ഒരു വലിയ പീരീഡിൽ ഇത് അന്ന് ഈ കടൽ തീരത്തെ ജീവിതം സാധാരണ നിലയിലായി എന്ന് ടൂറിസം വകുപ്പിന് വേണ്ടി ഒരു ഫിലിം ചെയ്യാനായിട്ട് പോയായിരുന്നു, വെളിയിൽ നിന്നുള്ള സന്ദർശകരുടെ ഇത് പറയാം. അപ്പോൾ അവിടെയുള്ള അന്നത്തെ മത്സ്യത്തൊഴിലാളികളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെയൊക്കെ അപ്പന്മാർ വീട്ടിലുണ്ട്, അവരുടെ കാലത്ത് പോലും ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ എന്താണത് അങ്ങനെ? അതായത് അപ്പോൾ ഇത് പറഞ്ഞാൽ ഇതിൻ്റെ ഉത്ഭവം ഇതാണ്. ഭൂമിക്ക്, അതായത് ജലാശയത്തിനുള്ളിലാണ്, വലിയ ഒരു ജലാശയത്തിലാണ്, അതായത് വലിയ കടലില, സമുദ്രത്തില വലിയ ഭൂചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ലാൻഡിനോട് എടുത്ത് പൊക്കും. ഈ ഭൂചലനം വരുമ്പോഴത്തേക്ക് ഭൂമിയെല്ലാം എടുത്തൊക്കെ പൊക്കുക വലുത്. അത് റിക്ടർ സ്കെയിലിട്ട് അങ്ങനെയൊക്കെ 9 വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് വെള്ളം ഇങ്ങനെ നമ്മളൊരു വലിയ നമ്മുടെ പാചകം ചെയ്യുന്ന വലിയ പാത്രങ്ങളുണ്ടല്ലോ, ഉരുളിയിലൊക്കെ വെള്ളം വെച്ചിട്ടൊരു കല്ലിട്ട് നോക്കുക, വേവ്സ് ഉണ്ടാകത്തില്ലേ. ഇതിപ്പം മേളിൽ നിന്നിടുകയല്ല, താഴെ നിന്ന് ഇങ്ങനെ പൊക്കുകയാണ്. പൊക്കി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ എനർജി ഇത് വേവ്സായിട്ട് മാറ്റും. വേവ്സായിട്ട് മാറ്റി ഇത് ശക്തമായിട്ട് അടിച്ച് സമുദ്രം പരന്ന് കിടക്കുകയല്ലേ, എല്ലായിടത്തോടത്തും പോയി കഴിഞ്ഞാൽ തീരത്തടിയുമ്പോൾ ഇതിനറിയോ, ഇതിൻ്റെ തുടക്ക സമയത്തുണ്ടാകുന്ന ഇത് ലോങ് വേവ്സ് ആയിട്ടാണ് വരുന്നത്. കടലിൻ്റെ ഉൾഭാഗത്ത് ഇരിക്കുകയാണെങ്കിൽ, ഒരു കപ്പലിലിരിക്കുകയാണെങ്കിൽ ഒരു 50 സെൻറ്റിമീറ്ററോ 70 സെൻറ്റിമീറ്ററോ ഉള്ള ഈ ആന്തോളനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കപ്പലിനൊന്നുമില്ല. തീരത്തോട് എടുക്കുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് അങ്ങ് മാറും. ഈ ലോങ് വേവ് ഇതെല്ലാം ഷോർട്ട് വേവ് ആവും. എന്നിട്ടൊരു ഒറ്റ അടിയാണ്. അതായത് ഈ ജപ്പാനിലെ 11 വലിയ അവിടുത്തെ ആറ്റോമിക് പവർ പ്ലാന്റിനെ കൊണ്ടായി അന്ന് അവർ പറഞ്ഞത്
1 മീറ്റർ സ്ക്വയറിൽ ഇതിൻ്റെ ശക്തിയായിട്ട് വരുന്ന 10 ടണ്ണാണെന്നാണ്. 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ, അതായത് ഇത് വരുന്നത് 10 ടണ്ണിൻ്റെ അടിയാണ് കൊടുക്കണം. അപ്പോൾ ഇത് താങ്ങാൻ ഒക്കത്തില്ല, അത്ര പവർഫുള്ളാണ്. അപ്പോൾ ഇത് സാധാരണ ഈ വാക്ക് തന്നെ ഒരു ജാപ്പനീസ് വാക്കാണ്, സുനാമി എന്ന് പറയുന്നത്. ഹാർബർ വേവ്സ് എന്നാണ് അതിൻ്റെ മീനിങ്. അത് പസഫിക് സമുദ്രമായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ സെൻറ്റർ ഇപ്പോഴും എപ്പോഴും. അപ്പോൾ അവിടെ ഇതുണ്ടാവും. അവർ ഈ സീ ഗോയിങ് വെസൽസ് എല്ലാം ഹാർബറിൽ കൊണ്ട് കെട്ടിയിട്ടിട്ട് ഉറങ്ങാൻ പോകും. രാവിലെ വരുമ്പോൾ ഈ സാധനം കാണത്തില്ല. അങ്ങനെയാണ് ഇതിന് ഹാർബർ വേവ് അടിച്ചുകൊണ്ട് പോവുക, സുനാമി. ഈ വാക്ക് അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ പസഫിക് സമുദ്രമായിരുന്നു ഇതിൻ്റെ പ്രഭവ കേന്ദ്രം പ്രധാനമായിട്ട്. ഇപ്പോഴാണ് ഈ മാറ്റങ്ങൾ വന്നതിന് ശേഷം ഇന്തോനേഷ്യ എന്ന് പറയുമ്പോൾ പസഫിക്കിൻ്റെയും ഇന്ത്യൻ ഓഷ്യൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു അപ്പുറത്ത് പസഫിക്, ഇപ്പുറത്ത് ഇതുമാണ്. അപ്പം ഇത് ഇങ്ങോട്ട് കയറി ഈ വലിയ ഭൂചലനത്തിൻ്റെ ഒരു സെൻറ്ററാണ് ഈ ഐലൻഡ് ആർക്സ് എന്ന് പറയുന്നത് ഇന്തോനേഷ്യ. അപ്പോൾ അവിടെ അത് ഉണ്ടായപ്പോഴാണ് 2004 ആ സാധനം അവിടെ ഉണ്ടായപ്പോഴാണ് ഇതിൽ വേവ്സ് ഇങ്ങനെ അതിലോ മുഴുകെ പോയി. വലിയ ഇതായിരുന്നു. ഇന്ത്യൻ തീരത്തും വന്ന് അടിച്ചു. നമുക്ക് നാശനഷ്ടം ഉണ്ടാക്കി. നമുക്ക് കക്കിനടയിലും അവിടെ ഇവിടെയൊക്കെ, അപ്പോൾ ചെന്നൈയിലുമൊക്കെ ഭയങ്കര നഷ്ടമുണ്ട്. നമുക്ക് 151 പേരെ പോയുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് പറ്റി, നമുക്കത് രക്ഷപ്പെടാമായിരുന്നു. എന്താണെന്നറിയാം, ഒരു ധാരണ മതിയായിരുന്നു. കാര്യം ഈ വേവ്സ് ഒരു കിലോമീറ്ററിൽ 350-400 കിലോമീറ്റർ സ്പീഡിലേ ഓടുള്ളൂ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ. അപ്പോൾ അവിടുന്ന് ഒരു 1000 കിലോമീറ്റർ ഉണ്ടെങ്കിൽ 2-2.5-3 മണിക്കൂറുണ്ട് നമുക്ക് ഇവിടെ വരാനായിട്ട്. ആ സമയത്ത് നമുക്ക് ആളുകളെ ഒഴിപ്പിക്കാമായിരുന്നു. പക്ഷെ ആ ഒരു ബോധം നമ്മുടെ ആളുകൾക്ക് മാത്രമല്ല, സൺഡേ ആയിരുന്നു, ഇൻഫർമേഷൻ കിട്ടിയില്ല ശരിക്കും. അതെ, ഈ സിസ്മോളജിക്കാർക്ക് ഡൽഹിയിലെ സെൻട്രൽ കാര്യം കിട്ടി. പക്ഷെ സൺഡേയിൽ നമ്മുടെ ബാബുമാർ വീട്ടിലല്ലേ. പിന്നെ പറയേണ്ടിയിരുന്ന അമേരിക്കയായിരുന്നു. അമേരിക്കയ്ക്ക് ആ സിസ്റ്റം ഉണ്ടാക്കുക. അന്ന് ഈ 2004 അമേരിക്കയും നമ്മളും തമ്മിലൊരു ഏകദേശം കോൾഡ് വാറാണ്. അവർ നമ്മളെ വലുതായിട്ട് സഹായിക്കില്ലെങ്കിൽ അവരൊന്നും വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു ഇതിങ്ങനെ വന്നിട്ടുണ്ട്. യു കുഡ് ഹഫ്. ആളുകൾ ഒന്നുമില്ല, മരീന ബീച്ചിലൊക്കെ ആളുകൾ പോയി നിന്നാണ്, വേളാങ്കണ്ണിയിലൊക്കെ ഒത്തിരി പേര്. അപ്പോൾ അങ്ങനെ. അപ്പം ഇത് അവിടെ നടക്കുന്ന ഇപ്പം ഈ പ്രതിഭാസം ഇവിടെ അല്ല. ഇപ്പം ഈ ബേ ഓഫ് ബംഗാൾ ഈ സുനാമിജനിക്ക് ആയിക്കഴിഞ്ഞു. ഭൂചലനങ്ങൾ ഒരുപാട് ആയിക്കഴിഞ്ഞു. അതായത് അതിൻ്റെ ഈ ഭാഗം സുമാട്രയുടെ തെക്കൻ ഭാഗം വരുമ്പോഴത്തേക്ക് അത് ഇന്ത്യൻ ഓഷ്യൻ, അതായത് ബേ ഓഫ് ബംഗാളിൻ്റെ ഒരു സൈഡാണ്. സാറപ്പോൾ പറഞ്ഞാൽ ഈ 84 മുമ്പ് ഇത് നമുക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് ഒരു സംഭവം എങ്കിൽ പോലും 2ാം ലോകമഹായുദ്ധ 40-ലോ 41-ലോ എപ്പോഴാണ് പടിഞ്ഞാറൻ തീരത്ത്, അതായത് മക്രാൻ കോസ്റ്റ് എന്ന് പറഞ്ഞ പാകിസ്ഥാൻ്റെ, നമ്മുടെ ഗുജറാത്തിൻ്റെ അപ്പുറത്ത് പാകിസ്ഥാൻ്റെ ഒരു സ്ഥലമാണ്. അവിടെ ഒരു എർത്തേക്ക് ഉണ്ടാവുകയും സുനാമി ഉണ്ടായെന്നും പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് വേൾഡ് വാർ സമയത്തായപ്പം ഇതിന് പബ്ലിസിറ്റി ഇന്ത്യയിൽ കിട്ടിയില്ല. 40-41 എപ്പോഴുമാണ്. 2 ബ്രിട്ടീഷുകാർക്ക് ഇത് പ്രൊജക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ തീരങ്ങളിലൊന്നും കാര്യമായിട്ട് ആളുമില്ല. സാർ, അപ്പോൾ ഈ രാമേശ്വരത്തൊരു മറ്റേ റെയിൽവേ സ്റ്റേഷനിലും കൂടെ പോയ ഒരു അത് ഈ പറഞ്ഞ പാമ്പൻ വന്ന അതൊരു സൈക്ലോണാണ്. അല്ല ഇതല്ല. അപ്പോൾ അന്ന് സൈക്ലോണിനെ കുറിച്ച് നമുക്ക് ധാരണയില്ല. അത് വന്ന് ആദ്യം അടിച്ചു പോയ അതാണ്. അത് കഴിയുമ്പോൾ വിജയവാഡ വരെ വെള്ളം കയറിയ 77-ലോ എങ്ങാണ്ട് വേറൊരു സൈക്ലോണായിട്ട് വിജയവാഡ വരെ വെള്ളം കയറി, കടൽ വെള്ളം. പിന്നെ അത് കഴിയുമ്പോൾ ഒറീസ 77-78 ഞാനന്ന് ഒറീസയുടെ മലകളിലുണ്ട്, അതായത് പഞ്ച്പട്മലി എന്നൊരു ബോക്സൈറ്റ് എക്സ്പ്ലോറേഷൻ. ഞങ്ങളൊരു 3-4 ദിവസം അവിടെ അടിച്ചില്ല. പക്ഷേ ബേ ഓഫ് ബംഗാളിലാണ് മഴയും കാറ്റും. ഞങ്ങളുടെ ടെൻ്റൊന്നും പറന്നു പോയില്ല എന്നുള്ള ഭാഗ്യമുള്ളൂ. ഇപ്പം നമ്മൾ ഒറീസ തീരത്ത് പോയി കഴിഞ്ഞാൽ, ഒറീസ ഇപ്പോൾ പൂരിയിലെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ പോയിരുന്നു. അവിടെ കോസ്റ്റിലെ വീടുകളില്ല. അതായത് 99-ൽ നടന്ന ഇന്ത്യയിൽ ആദ്യം നടന്ന ഏറ്റവും വലിയ ഇതിനകത്ത് 1.5 ലക്ഷം ആളുകൾ മരിച്ച ഒരു സംഭവമാണ്. അവിടെ കോസ്റ്റിലുള്ള വീടുകളാണ് ആദ്യം പോയത്. അതുകൊണ്ട് അത് റീഹാബിലിറ്റേഷൻ വന്നപ്പോഴത്തേക്ക് അതൊരു വലിയ ഇഷ്യൂ ആയി. അതുകൊണ്ട് ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ പൂരി ടൗണിൽ പോയാൽ തന്നെ ഈ ബിസിനസ് വീടുകളില്ല നമ്മുടെ കേരളത്തിലെ കണക്ക്. ഈ സുജാത മഹാപാത്ര, ഈ കിളുചരൺ മഹാപാത്രയുടെ ഡോട്ടറിലോ, അവരൊരു വളരെ ഫേമസ് ഒഡീസി ഡാൻസറാണ്. അപ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടി ഇൻവിസിന് വേണ്ടി പലപ്പോഴും ഡാൻസ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. അവരന്നത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞ ഒരു സാധനം എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഇവർ റോഡിൻ്റെ ഒരു സൈഡിൽ നിൽക്കുകയാണ്, കാറ്റാണ്, മറ്റേ സൈഡിലേക്ക് പോകുമ്പോൾ കാറ്റെടുത്ത് ഇവരെ തിരിച്ചു വിട്ടു. അപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ എടുത്ത് ഇവർ റോഡ് ക്രോസ് ചെയ്യാനായിട്ട്, കാരണം അപ്പോഴോട്ട് കടന്നേ പറ്റൂ, പക്ഷേ കടക്കാനായിട്ട് കാറ്റ് സമ്മതിക്കുന്നില്ല. 99-ലെ ആയിരിക്കും, 99 ആയിരിക്കും. കാരണം 2002 കിലോമീറ്ററാണ് അവരിവിടെ 1 കിലോമീറ്റർ. 99-ൽ മെഗാ സൈക്ലോൺ എന്നതിന് പറയാം. അതിലും ഒരെണ്ണം ഇപ്പോഴ് 19-ലുണ്ടായി. 19 ഉണ്ടായത് കഴിഞ്ഞ ഉടനെ ഞാൻ അവിടെ ചെന്നു, ആ കോവിഡിന് തൊട്ടു. അപ്പോൾ അവിടെ കണ്ടൊരു പ്രത്യേകത വെച്ചാൽ ഈ തേക്ക് എല്ലായിടത്തും മറിഞ്ഞ് കിടപ്പുണ്ട്. കടമ്പിനൊന്നും പറ്റിയിട്ടില്ല. കടമ്പ് എല്ലായിടത്തും ഉറച്ചു നിൽപ്പുണ്ട്. അവിടെ വഴിയിൽ ഒരുപാട് കടമ്പ് വൃക്ഷങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഇവൻ മാവും പ്ലാവും പോയിട്ടില്ല.
പക്ഷേ ഈ തേക്ക് മഹാഗണിയൊക്കെ പോലുള്ള മരങ്ങൾ മറിഞ്ഞു വീഴിക്കുന്ന ഒരു കാഴ്ച കണ്ടായിരുന്നു ഈ 2019 സൈക്ലോൺ കഴിഞ്ഞപ്പോൾ. സാർ, അപ്പോൾ ഈ കേരളത്തിൽ നമ്മളിപ്പോൾ ഇത്രയും മരങ്ങളും ഇതുമെല്ലാം ഉള്ള പ്രദേശമാണ്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ശരിക്കും ഇതിനെക്കുറിച്ച് നമ്മൾ വലുതായിട്ട് ബോധേഡാണോ എന്ന് സംശയമാണ്. നമ്മളിപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും അതേക്കുറിച്ച് നമ്മൾ ഒന്നിനെക്കുറിച്ച് ബോധേഡല്ല. സോറി, നമ്മൾ ആകെ ബോധമെന്ന് പറയാൻ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ നമ്മൾ ബോധേഡാണ്. നമ്മുടെ പോംപ് ആൻഡ് ഷോ, അതായത് ഒരു വങ്കത്തരം ഉണ്ടല്ലോ അത്, പിന്നെ എല്ലാത്തിനോടും പുച്ഛമാകിയ ഒരു ആറ്റിറ്റ്യൂഡ്, ഇതിലൊക്കെ നമ്മൾ വളരെ മിടുക്കരാണ്. പിന്നെ നമ്മുടെ അത് നമുക്ക് ഇത് പറയേണ്ട കാര്യമുണ്ട്. കാര്യം എന്താണെന്നറിയോ, ഇപ്പോൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ 90 ഞാൻ ഇടയ്ക്കൊന്ന് ഇത് ചെയ്യാം, 90-99 പീരീഡ് ഈ ഡിസാസ്റ്റേഴ്സിൻ്റെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കൂടുന്ന കണ്ടിട്ട് UN ഡിക്കേഡ് ഓഫ് ഡിസാസ്റ്റർ എന്നും പറഞ്ഞിട്ടായിരുന്നു 1990-99 UN ഡിക്ലെയർ ചെയ്തിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരുപാട് പഠനങ്ങളും കൺസോളിഡേഷനും ഒക്കെ നടത്തി. പക്ഷേ അവർ വിചാരിച്ച കണക്ക് കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒരുപാട് ക്യാമ്പയിനിങ് നടത്തി. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് രാജ്യങ്ങൾ സ്വീകരിക്കണം. നമ്മൾ കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് വന്നത് റയോ കോൺഫറൻസിന് മുമ്പ് ഉള്ള ഒരു എഫർട്ടായിരുന്നു. റയോ എന്ന് പറയുമ്പോൾ 92. അപ്പോൾ അതിന് മുമ്പ് സ്റ്റോക്ക്ഹോം മീറ്റിംഗ് ഉണ്ട്, അതിന് ശേഷമൊക്കെ വന്നാൽ. അതുപോലെ UN ഒരുപാട് പ്രോംപ്റ്റ് ചെയ്ത് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്, പക്ഷേ ഒന്നും നടന്നില്ല. പലയിടത്തും നടന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നടന്നില്ലെന്നേ ഉള്ളൂ. ഇന്ത്യയിൽ അത് നടന്നത് 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് വരുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ 99 ഈ മഹാദുരന്തം ഈ ഒറീസയിലെ, അത് 2001 ആ പീരീഡിൽ ബംഗ്ലാദേശിലെ ഇതുപോലെ ഒരെണ്ണം ഉണ്ടായിട്ട് ഒരു 1.5-2 ലക്ഷം ആളുകൾ മരിച്ചുപോയി, വാഷ് ചെയ്തു പോയി. ഭുജിൽ 2001 ഭൂകമ്പം, നമ്മുടെ ജീവിതകാലത്ത് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ട്. ഗുജറാത്തിൻ്റെ വികസനം അതിൽ കിടക്കുന്നു. അന്ധകാലത്ത് 20,000 കോടി രൂപ സെൻട്രൽ അസിസ്റ്റൻസ് കിട്ടിയ വാജ്പേയിയാണ് ഗവൺമെൻറ്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സുനാമി എത്തിയപ്പോഴത്തേക്ക് നമ്മൾ പാനിക്കായി. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് 10-38,000 ഒരുപാട് പേര് മരിച്ചു. മറ്റേ ഇന്തോനേഷ്യയിലെ, തായ്ലൻഡിലേക്ക് വളരെ. അങ്ങനെ നമ്മൾ ഈ പരിപാടി കൊണ്ടുവന്നപ്പോഴും നമ്മളിത് ചെയ്തു. പിന്നെ നമ്മൾ ഈ രാജ്യത്ത് എന്ത് ചെയ്താലും ആദ്യം ഒരു നേർച്ചപ്പെടും, ഒരു ആക്ട് കൊണ്ടുവരും. ആക്ടിന് പിന്നെ റൂൾസും അതിൻ്റെ ബാക്കി ഇതും നമ്മൾ ചെയ്യത്തില്ലല്ലോ, നമ്മുടെ ഒരു പരിപാടിയല്ല. നമുക്കിതിനൊക്കെ മലയാളിക്ക് ഇതിനൊക്കെ വലിയൊരു ധാരണയില്ല എന്ന് പറഞ്ഞിടത്ത് നല്ല തുടങ്ങി. അപ്പോഴേ ഞാൻ പറയും, ഇന്ത്യയിൽ പോലും ആക്ട് വന്ന ആ വർഷമാണ്. അപ്പോൾ അത് വന്നിട്ട് ഒരു NDMA, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, ഇതിനു വേണ്ടി പ്രൈം മിനിസ്റ്റർ തന്നെ അതിൻ്റെ ചെയർപേഴ്സണായി. ഓരോ സ്റ്റേറ്റിനും SDMA, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. അപ്പോൾ അവിടെ മുഖ്യമന്ത്രി അതോറിറ്റിയുടെ ചെയർമാനായി. പിന്നെ കുറച്ച് ബ്യൂറോക്രാറ്റ്സും, പിന്നെ ഏതാത് ഡിപ്പാർട്ട്മെൻറ്റുകളിലാണോ ഡിസാസ്റ്റർ മാനേജ്, കാരണം മിക്ക സ്റ്റേറ്റുകളിലും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് വന്നത്, ഇവിടെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴും നമ്മൾ ഇതിന് ഇങ്ങനെ അതോറിറ്റിയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെയൊക്കെ സ്ഥാപിച്ചു. എന്തെങ്കിലും തയ്യാറെടുപ്പുണ്ടായെന്ന് ചോദിച്ചാൽ നമുക്ക് ഓഹിയാണ് ആദ്യമായിട്ട് അതിന് ശേഷം വരുന്നത്. അപ്പോൾ 17 ഓഹി വന്നപ്പോൾ നമ്മൾ എത്രയോ അൺപ്രിപ്പയർഡ് ആയിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. എത്രയോ കാലഹരങ്ങളെല്ലാം നമുക്കറിയാവുന്നു. ഒന്നും കിട്ടിയില്ല. അവസാനം നമ്മൾ IMDA വഴി ചെയ്യാൻ തുടങ്ങി, അവർ നമ്മളെ തിരിച്ചു വഴി ചെയ്യാൻ തുടങ്ങി. ശരിയല്ലേ? അപ്പോൾ ഈ ബ്ലെയിം ഗെയിം കൊണ്ട് നമ്മളതൊന്നും നേടുന്നില്ല. നമ്മൾ നമ്മുടെ പണി ചെയ്തിട്ട് നമ്മൾ മറ്റേത് ശരിയായില്ലെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അതും കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 18 പ്രളയം വരുന്നത്. അത് ഒരു ഗ്ലോബൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, WMO, അതായത് വേൾഡ് മെറ്റീരിയോളജി ഓർഗനൈസേഷനും UN സെക്രട്ടറി ജനറലുമാണ്. അപ്പോൾ ആ മാഗ്നിറ്റ്യൂഡിലാണ് അവരെടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞുതന്നെ നമ്മൾ വിചാരിച്ചു, ഓക്കെ, നമുക്ക് 924 ഉണ്ടായിരുന്നുള്ളൂ ഫ്ലഡ്. അപ്പോൾ ആ ഫ്ലഡ് കൊണ്ട് നമുക്കൊന്നും അറിയത്തില്ല, സോ ഇറ്റ് ഇസ് ഫൈൻ, എഗെയിൻ എക്സ്ക്യൂസ്ഡ്. കാര്യം നമുക്ക് പഴയ അനുഭവമില്ലല്ലേ, സുനാമിയുടെ കണക്ക് നമുക്ക് പണ്ട് ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇത് വേണ്ട. 19 വീണ്ടും പ്രളയം വന്നു. 18 പ്രളയത്തിന് ശേഷം ആകെ ലാൻഡ് സ്ലൈഡ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു പടക്കം പൊട്ടിക്കൽ കണക്ക് ഒരു ശൃംഖല, ഒരു ചെയിൻ റിയാക്ഷനാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് 19 കൂടെ ആയപ്പോഴത്തേക്ക് നമുക്ക് പെട്ടിമുടി വന്നു, പുത്തുമല വന്നു, കവളപ്പാറ വന്നു, പ്രധാനപ്പെട്ട കൂടുതൽ ആളുകൾ മരിച്ച. അത് കഴിഞ്ഞപ്പോൾ അതിൽ ചൊക്കൂർ, അങ്ങനെ ഒത്തിരി എണ്ണം വന്നു. അപ്പം ഇതെല്ലാം വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലെന്ത് തയ്യാറെടുപ്പ്, പ്രശ്നം ഇത് വരിക എന്ന് പറഞ്ഞാൽ അതോറിറ്റി ഉണ്ടായേണ്ട കാര്യമില്ല. അതോറിറ്റി പറയണത് ഒരു സൂപ്പർവൈസറി ബോഡിയാണ്. അപ്പം നമുക്ക് ലാൻഡ് സ്ലൈഡ് എടുക്കുന്നത് വെച്ചോളൂ. നമുക്ക് ഏറ്റവും കൂടുതൽ മരണം കേരളത്തിൽ നടന്നിട്ടുള്ളത് ഉള്ള പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് ലാൻഡ് സ്ലൈഡാണ്. അതായത് 18 പ്രളയം
ഇതെല്ലാം കൂടെ നമുക്ക് എത്ര 451 എത്ര ആളുകളാകെ മരിച്ച്, അതിൽ 383 എന്തോ ആളുകൾ ലാൻഡ് സ്ലൈഡിലാണ് മരിച്ചത്. സോ അത് ലോകത്തുള്ള മുഴുക്കെ ഒരു UN കണക്കനുസരിച്ച്, അതായത് 2000 തൊട്ട് 2020 വരെയുള്ള കണക്കുകൊണ്ട് ഒരു കൺസോളിഡേറ്റഡ് UN റിപ്പോർട്ടുണ്ട്, UNDRR. ആ റിപ്പോർട്ട് അവർ പറയണത് ഈ 1980 തൊട്ട് 2000 വരെയുള്ള ദുരന്തങ്ങളുടെ ഇരട്ടി ദുരന്തങ്ങളാണ് ഈ കാലയളവിൽ നടന്നിട്ടുള്ളത്. അതായത് 1980 2000, 2000, 2020. അപ്പോൾ 2020 വന്നപ്പോഴത്തേക്ക് അപ്പോൾ ഈ ക്ലൈമറ്റ് റിലേറ്റഡ് പരിപാടിയും കൂടെ കയറി വന്നു. ദുരന്തങ്ങളുടെ എണ്ണം കൂടി. 7000 ഇഷ്ടം ദുരന്തങ്ങൾ റിപ്പോർട്ടഡായിട്ട് UN റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം കൂടി വന്ന സാമ്പത്തിക നഷ്ടമായിട്ട് അവർ കണക്ക് കൂട്ടിയിരിക്കുന്ന $2.97 ട്രില്യൺ ആണ്. അതായത് അതിനെ നമ്മൾ രൂപയായിട്ട് കണക്ക് കൂട്ടുമെങ്കിൽ 2.97 into 1000, അപ്പോൾ ബില്യൺസായി. 1 ബില്യൺ എന്ന് പറയുന്നത് 100 കോടിയാണ്. അപ്പോൾ 2.97 into 1000 into 100, അത്രയും കോടി രൂപയാണ്. വെറുതെ 80 വെച്ച് കൂട്ടിയാലും അത്രയും കോടി രൂപയാണ് അതിൻ്റെ. എന്നിട്ട് കൺവേർഷൻ അതെ വെറുതെ ഇപ്പം നമ്മൾ 80 രൂപ വെച്ച് കൂട്ടിയാൽ 240 ലക്ഷം കോടി. അതിലൊക്കെ അത്രയൊന്നും അല്ല, 200 ലക്ഷം ഒന്നും അല്ല. ഒന്നും കൂടി നോക്കിക്കോളത്. ട്രില്യൺ അല്ലേ? അതായത് 2.97 into 1000 into 80 into 1000, നമ്മൾ കോടിയിലോട്ടാണ് പോകുന്നത്. ബില്യണിൽ വരും. ബില്യന് പിന്നെ 100, പിന്നെ ഒരു 100 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അല്ല 240 ലക്ഷം കോടിയാണ് ഞാൻ പറഞ്ഞത്. അതിലും കൂടുതലാണെന്ന് അതിൻ്റെ ഒരു ഊഹം. ആയിക്കോട്ടെ, അത് നമ്മൾ തർക്കിക്കേണ്ട, അത് നമുക്ക് എപ്പോഴും വേണമെങ്കിലും വർക്കൗട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നഷ്ടം വന്നു. എന്നിട്ട് അവർ പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഫ്ലഡ്സിലാണ്. 40% ഫ്ലഡ് റിലേറ്റഡ് ആണ്. അപ്പോൾ ഫ്ലഡ് റിലേറ്റഡിൽ വന്നപ്പോഴത്തേക്ക് അതെല്ലാം കൂടെ 4 ബില്യൺ ആളുകളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 4 ബില്യൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ 3 ഇരട്ടി പോപ്പുലേഷൻ ചെയ്ത ലോകക്കാടുള്ളത്. പക്ഷെ മരണം ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് എർത്ത്, സുനാമി, ലാൻഡ് സ്ലൈഡ്സ്. അപ്പോൾ ഞാൻ കേരളത്തിൻ്റെ കണക്കുമായിട്ട് വരികയാണ്. കാര്യം പ്രളയത്തിൽ എങ്ങനെയെങ്കിലും ആളുകൾ നീന്തിയോ പിടിച്ചോ ഒക്കെ എങ്ങനെയെങ്കിലും നിൽക്കും. അപ്പം ഇത് നടന്നു കഴിഞ്ഞപ്പോഴും നമ്മൾ അപ്പോൾ ഇനി ഈ UN-ൻ്റെ ഡയറക്റ്റീവ്സ് ഉണ്ട്. കാര്യം UN ഇതിൽ ഒരുപാട് ഇടപെട്ടാണല്ലോ. ഇപ്പോൾ ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെ UN ഡിക്കേഡ് ഓഫ് ഡിസാസ്റ്ററിൻ്റെ വന്ന് അതിൻ്റെ ഒരു പ്രോംപ്റ്റിംഗ് ആണ് നമുക്ക് ഈ പലയിടത്തും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വന്നത്. ഇതൊന്നുമില്ലാതെ അമേരിക്കയിൽ വന്ന 79-ലാണ് ഫെമ എന്ന് പറഞ്ഞ ഫെഡറൽ എമർജൻസി മാനേജ്മെൻറ്റ് ഏജൻസി 79-ൽ തന്നെ. കാര്യം അവർ കുറച്ചുകൂടെ മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. സയൻസിനെ അവർ ബഹുമാനിക്കുന്നവരാണ്. നമ്മൾ അവരുടെ ഫോറിൻ പോളിസിയോ പൊളിറ്റിക്സോ ഇറ്റ് ഈസ് നൺ ഓഫ് അവർ കൺസേൺ. അപ്പം ഇതിവിടെ വന്ന് UN എന്താ പറയുക, UN ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇന്നലെ വരെ ഒന്നും സംഭവിച്ചില്ല. നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്ന പോലെ ഇന്നലെ എന്ത് സംഭവിച്ചോ അറിയില്ല, കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ആദ്യം റെസ്പോൺസാണ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഓഹി വന്നാലും ശരി, ഇല്ലെങ്കിൽ ഫ്ലഡ് വന്നാലും, ഇല്ലെങ്കിൽ ഇപ്പോൾ വയനാട് വന്നാലും റെസ്പോൺസ് എന്താണ്? നമ്മളൊരു ട്രെയിൻ കേഡറിനെ കൊണ്ടിറക്കി അവരെ റെസ്ക്യൂ ചെയ്യാം. റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം. റീഹാബിലിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീകൺസ്ട്രക്ഷനിൽ പോകണം. റീകൺസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് നഷ്ടപ്പെട്ടതിനെ മുഴുക്കെ അപ്രോപ്രിയേറ്റായിട്ട് ഭാവിയിൽ ഇത് വന്നാൽ പിടിച്ചു നിൽക്കത്തക്ക രീതിയിൽ ടെക്നിക്കലായിട്ട് അതിൻ്റെ സ്ട്രക്ചറും മറ്റേതും എല്ലാം ചെയ്ത് ഇപ്പോൾ ജാപ്പനീസ് ചെയ്യുന്നതല്ല. അപ്പോൾ അവർ എർത്ത് ജീവിക്കുന്നവരാണ്. അവിടുത്തെ എല്ലാ ട്രെയിൻ സംവിധാനമായാലും റോഡായാലും മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ് ആയാലും അവർ ആ സ്ട്രക്ചറിൽ പോയി ചെറുതായിട്ട് ആടും, ബ്രേക്ക് ചെയ്യില്ല. അങ്ങനെ ആ ഒരു സ്ട്രക്ചർ ഇട്ട് അതാണ് അത് യഥാർത്ഥത്തിൽ വാട്ട് യു കോൾ ദ റീകൺസ്ട്രക്ഷൻ. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ റെസ്പോൺസ് തൊട്ടുള്ള സൈക്കിളാണ്. അപ്പോൾ അതിന് മുമ്പ് ഇതിൽ നിന്ന് പാഠം പഠിച്ചിട്ട് ഇതിന് മുമ്പ് ഇരിക്കേണ്ട 2 സൈക്കിളുണ്ട്. അതെന്ന് പറഞ്ഞാൽ പ്രിപ്പയർഡ്നെസ്സാണ്. പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞാൽ അപ്പം ലാൻഡ് സ്ലൈഡ് ഓക്കെ നമ്മൾ ഒരു പ്രോൺ ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു ഫ്ലഡ് പ്രോൺ ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ റിസ്ക് നമ്മൾ അസസ് ചെയ്യണം. റിസ്ക് അസസ് ചെയ്യണമെങ്കിൽ എവിടെയാണ് റിസ്ക് വരുന്നതെന്ന് കണ്ടുപിടിക്കണം. റിസ്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ റിസ്ക് സൊണേഷൻ ചെയ്യണം. ഇപ്പോൾ ഫ്ലഡ് സൊണേഷൻ നടത്തണം എന്ന് പറഞ്ഞാൽ അത് എലിവേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. മഴയുടെ അളവ്, ബാക്കിയുള്ള കാര്യങ്ങൾ, എലിവേഷൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുക. അതനുസരിച്ച് ഇന്ന് ചെയ്ത് ഇത്ര മഴ പെയ്താൽ ഇത്ര വെള്ളം ഒഴുകി വരും, ഇത്ര സ്ഥലം വരെ വെള്ളത്തിനടിയിലാവും. സോ വാണിംഗ് കൊടുക്കാം. അപ്പോൾ ഇത് അപകടം പിടിച്ച സ്ഥലം ഇങ്ങനെ ഒരു സൊണേഷൻ നടത്തി കഴിഞ്ഞാൽ പോലും നമ്മൾ പുതിയതായിട്ടൊരു വീട് വെക്കാനോ ഒരു പ്രസ്ഥാനം തുടങ്ങുന്ന ആളുകൾ ഇവിടെ സൂക്ഷിച്ചേ കൊണ്ടുവെക്കുള്ളൂ. സോ ഇറ്റ് ഗെറ്റ് ഒരു ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ അത് വേണം. അതുപോലെ ലാൻഡ് സ്ലൈഡ് ആണെങ്കിൽ ലാൻഡ് സ്ലൈഡ് റിസ്ക് സൊണേഷൻ മാപ്സ് ഉണ്ടാവണം.
ഈ മഴവെള്ളം ഇപ്പോൾ പറയണ ഈ എക്സസീവ് റെയിൻ എന്ന് പറയുന്നത് ഈ ലാൻഡ് സ്ലൈഡിന് 2 ക്യാരക്ടേഴ്സാണ്. ഒന്ന് യു ഗോട്ട് എ സിറ്റുവേഷൻ, നമ്മൾ ഹസാഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഹസാഡ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് ഓഫ് ഒരു അപകട സാധ്യതയുള്ള ഒരു സ്ഥിതിവിശേഷം. അത് ഡിസാസ്റ്റർ ആവുന്ന ഇത് സംഭവിക്കുമ്പോഴാണ്. അതിന് മുമ്പ് ഇത് ഹസാഡ് സോണാണ്. അപ്പോൾ ഈ ഹസാഡ് റിസ്ക്, ഈ ലാൻഡ് സ്ലൈഡ് റിസ്ക് സോണേഷൻ ചെയ്താൽ അതിന് പാരാമീറ്റർ വേണം. 1, 2, 3 പാരാമീറ്റർ ഒന്നും അല്ല. അതിപ്പം ഈ 80കളിൽ തന്നെ യുനേപ്പ്, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം വെച്ചിട്ട് യുനെസ്കോയുടെ ഫണ്ടിങ്ങോടുകൂടി ലോകം മുഴുക്കെ ലാൻഡ് സ്ലൈഡും മഡ് ഫ്ലോയും അന്ന് അതായിരുന്നു ഏറ്റവും കൂടുതൽ ശല്യം ചെയ്തിരുന്നത് ലാറ്റിൻ അമേരിക്കയിലൊക്കെ. അപ്പോൾ അവർക്ക് അവരുടെ 2 വലിയ വോളിയം ബുക്സ് ഉണ്ട് അന്നത്തെ കാലത്ത് പോലും. അപ്പോൾ അവർ മൾട്ടി പാരാമെട്രിക് ആയിട്ട് ഇത് വെറും ഒരു അതിൽ ഒന്നൊരു സാഹചര്യം, അതായത് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം, അതാണ് ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അതാ ഇരിക്കുന്ന മലയാണെങ്കിൽ മലയുടെ ചരിവ്, അതിനുള്ള മേൽമണ്ണാണെങ്കിൽ മേൽമണ്ണിൻ്റെ കനം, മേൽമണ്ണിനകത്തോട്ട് വെള്ളം ഇറങ്ങുന്ന ഊർന്നൊലിക്കുന്ന 2-3 പാരാമീറ്റേഴ്സ് ഉണ്ട്. ലൈക്ക് ഡ്രെയിനേജ്, അതിനകത്തോട്ട് വെള്ളം ഇറങ്ങുന്നത്, പ്ലസ് ഇൻഫിൽട്രേഷൻ. അപ്പോൾ അതായത് സോക്കിങ് അതിൽ നിന്നാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ശിലകളുടെ ഫിസിക്കോ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, പെട്ടെന്ന് പോകുന്നതാണോ, പൊടിഞ്ഞിരിക്കുന്നതാണോ, ടെക്ടോണിക്സ്, ഫ്രാക്ചേഴ്സ് ഉണ്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെജിറ്റേഷൻ കവറുണ്ടോ. ഇങ്ങനെ ഒരു 8, 10, 12, 13 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ സസെപ്റ്റബിലിറ്റി ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇതെല്ലാം നോക്കി വരുമ്പോഴത്തേക്ക് അവിടെ ഫ്രാക്ചേർഡാണ്, അവിടെ സ്ലോപ്പ് കൂടുതലാണ്, തിക്നെസ് കൂടുതലാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇത് വരും. ഈ മഴവെള്ളം വന്ന് ഊർന്നിളങ്ങി ഇത് വലിയ ഒരു ഇതിനകത്തോട്ട് ഊർന്നിറങ്ങി പോയിട്ട് അവിടെ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡെവലപ്പ് ചെയ്ത് ഇതിപ്പോൾ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ശിലകൾ പിടിച്ചിരിക്കാൻ വയ്യാത്ത സാഹചര്യത്തിലുള്ള പ്രഷർ അവിടെ വരുമ്പോഴത്തേക്ക് ഇത് പൊട്ടി ഒളിച്ചിങ്ങി പോരും, അപ്പോൾ അവൻ്റെ കോഴ്സ് കിട്ടിങ്ങി പോരും. അപ്പോൾ ഈ സസെപ്റ്റബിലിറ്റി മാപ്പാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. അതില്ലാതെ മഴ പെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം വയനാട്ടിൽ എല്ലായിടത്തും മഴ പെയ്തല്ലോ, ലാൻഡ് സ്ലൈഡ് ഇവിടെ അല്ലേ ഉണ്ടായുള്ളൂ, മുണ്ടക്കൈ ചുരൽമലയല്ലേ. അപ്പം സസെപ്റ്റബിൾ ആണോ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ചെയ്തിട്ട് ഇത് വരുമ്പം പറയുക സസെപ്റ്റബിലിറ്റി നമുക്ക് റേറ്റിംഗ് കൊടുക്കാം ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് വെച്ചിട്ട്. പണ്ടുണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാം, അത് ഹിസ്റ്റോറിക്കൽ ആകാം. അത് വെച്ചിട്ട് ബാക്കി പാരാമീറ്റർ എല്ലാം റെഡിയാക്കിയിട്ട് അതിന് വാല്യൂ കൊടുത്തിട്ട് റേറ്റ് ചെയ്യണം. സാധ്യത 90%, 70%, 20%, ഒരു റിലേറ്റീവ്. എന്നിട്ട് മഴ പെയ്യുന്നു പറയുക, നോക്ക് അതിൻ്റെ ചുറ്റും ജനവാസ കേന്ദ്രം ഉണ്ടോ എന്ന് നോക്കുക, ഇത് അപകടമാണ്, വാണിംഗ് കൊടുക്കണം, നിങ്ങളൊന്ന് എവാക്യുവേറ്റ് ചെയ്യും. അപ്പോൾ എവാക്യുവേറ്റ് ചെയ്യണമെങ്കിൽ എന്താ, അതിനും ഒരു നോമുണ്ട്. മര്യാദയ്ക്ക് അവരെ കൊണ്ട് താമസിക്കാൻ പറ്റുന്ന ഷെൽട്ടേഴ്സ് എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം. അത് ജപ്പാൻകാരെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ഇതെല്ലാം ചെയ്യുമ്പോൾ സ്കൂളിലാണ് പോകണേ. അപ്പോൾ ഇപ്പോൾ ജപ്പാൻകാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി പോവുകയാണ്, വേറൊരു ഫാമിലി വരികയാണ്, സ്ത്രീജനങ്ങളുണ്ട്, അവർക്കൊരു ഇപ്പം ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ദർ ഈസ് എ മിനിമം പ്രൈവസി നീഡഡ്. അപ്പോൾ ജപ്പാൻകാർക്ക് അതിനുള്ള ചില ഈ പറഞ്ഞതുപോലെ റെസിലിയൻ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയതുപോലെ ഈ റെസ്ക്യൂ ഷെൽട്ടറിനും അവർ പേപ്പർ ട്യൂബും ഒക്കെ വെച്ചിട്ട് ഒരുതരം പ്രൈവസിയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ലോകത്ത് ഈ മോഡൽസ് എല്ലാം ഉണ്ട്. നമ്മൾ കോപ്പി ചെയ്താൽ മതി, നമ്മൾ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ധനമില്ലെന്ന് പറയണ വെറുതെ ഈ ധനം ഒഴുകുന്ന നമ്മുടെ രാജ്യത്ത് പണമില്ലെന്ന് പറയുന്ന വല്ല കാര്യമുണ്ടോ? ആളുകളുടെ ഈ പണം കാണത്തില്ലായിരിക്കും, പക്ഷേ രാജ്യത്ത് ആവശ്യം പോലെ പണം ഒഴുകുന്നു, സത്യമല്ലേ? അപ്പോൾ അതാണ് പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലഡിനാണെങ്കിൽ ഫ്ലഡ് റിസ്ക് സോണേഷൻ ചെയ്യണം. ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിലിറ്റി മാപ്പ് ഉണ്ടാക്കിയതിന് ശേഷമേ അതിൻ്റെ റിസ്ക് ഫാക്ടറും വെച്ചിട്ട് ഇന്ന മഴ പെയ്ത് അതിൻ്റെ ട്രിഗറായിട്ട് പറയണത് ഈ ലാൻഡ് സ്ലൈഡിന് 2 ട്രിഗേഴ്സ് ആസ് പോസിബിൾ. ഒന്ന് എക്സസീവ് റെയിൻ, 2 ട്രമേഴ്സ്. ഒരു ചെറിയ ഭൂചലനം ഉണ്ടായാലും ഇതെല്ലാം കൂടെ അടിച്ച് പൊളിച്ച് തറയിലിടാം, മഴ വീഴുമ്പോൾ ഒലിച്ചിങ്ങി പോരും. സാർ, അപ്പോൾ ഇതിൽ ഈ നമുക്ക് ഈ ദുരന്തങ്ങളിലെ സാധാരണ മനുഷ്യന് ഭാവിയിൽ ദുരന്തം ഒഴിവാക്കാനായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഇപ്പോൾ അവരുടെ പറമ്പിലോ വീട്ടിലോ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാം. എന്തൊക്കെയായിരിക്കും പറയാം? ഇപ്പോൾ ഈ കേസ്, അപ്പോൾ ഈ പറഞ്ഞു വന്ന ഒരു സെൻറ്റൻസ് കൂടെ, 2 കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം അതിലോട്ട് വരാം. ഒന്ന്, അപ്പം ഈ UN-ൻ്റെ എഫർട്ട് ഒരു സൈഡിൽ കിടക്കണം. അത് കഴിഞ്ഞിട്ടാണ് അവർ വീണ്ടും ഈ ഗവൺമെൻറ്റൽ ചർച്ചകൾ നടത്തിയതിന് ശേഷം അതിൻ്റെ ക്രോഡീകരിക്കാനായിട്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രോഗ്രാം എങ്ങനെ എഫക്റ്റീവ് ആക്കണമെന്ന് ഗവൺമെൻറ്റുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് 2015 ജപ്പാനിലെ സെൻഡേ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂട്ടിയിട്ടുണ്ട്. സെൻഡേ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സെൻഡേ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ മൈനക്കാർട്ട പോലെ. ഇന്ത്യയും അതിലൊരു സിഗ്നേറ്ററിയാണ്, 187 എത്രയോ രാജ്യങ്ങൾ അതിൽ ഒപ്പുവെച്ചു. ഇന്ത്യ ഈസ് ഓൾസോ സിഗ്നേറ്ററി. അപ്പോൾ അതിലവർ പറയണത് ഇതിൻ്റെ പ്രിപ്പയർഡ്നെസ്സും ബാക്കിയൊക്കെ ചെയ്യേണ്ടത് ഇസ് ബേസിക്കലി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെൻറ്. പിന്നെ ലോക്കൽ ഗവൺമെൻറ്റ്സും
പ്രൈവറ്റ് ബിസിനസ്സും. പ്രൈവറ്റ് ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അവരൊക്കെ ചെയ്യാം. അപ്പം ഗവൺമെൻറ് റെസ്പോൺസിബിലിറ്റി പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് പരിമിതികളുണ്ട്. അപ്പം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് 18 ഫ്ലഡ് വന്നു. ഈ ഫ്ലഡ് സൊണേഷൻ റെസ്കോണേഷൻ നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു കാര്യം, ഒരു നല്ല കർമ്മം അവിടെ നടന്നു. അത് 7 ഫ്ലഡ് ഉണ്ടായ 7 നദികളിൽ ഫ്ലഡ് മാർക്കേഴ്സ് സ്ഥാപിച്ചു. അത് സ്ഥാപിക്കുന്നതിനെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എതിർത്തിരുന്നു. അന്നത് ചെയ്ത് റിവർ മാനേജ്മെൻറ്റ് ഫണ്ട്, ഈ മണൽ ഊറ്റിപ്പിക്കുന്നതിൻ്റെ ഒരു ഷെയർ കിട്ടുന്ന അതാണല്ലോ റിവർ മാനേജ്മെൻറ്റ് ഫണ്ട്. അപ്പം അതിൽ അന്ന് ഈ ചന്ദ്രശേഖരൻ സാറാണ് അതിൻ്റെ മന്ത്രി, റവന്യൂ. എപ്പോഴാണ് സാർ ഇത് 18 കഴിഞ്ഞിട്ട്? ഇല്ല, അന്നേരം ചന്ദ്രശേഖരൻ മറ്റേ കാസർഗോഡുള്ള. അതെ. അപ്പം ഞാൻ റിവർ മാനേജ്മെൻറ്റ് ഫണ്ടിലൊരു എക്സ്പെർട്ട് മെമ്പർ ഇപ്പോഴുമാണ്. അന്ന് വേറെ പല കാരണങ്ങൾ കൊണ്ട് വേറെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം വെച്ചു, അതിൻ്റെ ദുരന്തം അദ്ദേഹം അനുഭവിച്ചു. അത് കഴിഞ്ഞിട്ട് ദുരന്തം അദ്ദേഹമല്ല, ജനങ്ങൾ അനുഭവിച്ചു. ഇത് ഞാൻ വെച്ച് ആ ചർച്ചയിലെ വലിയ തർക്കങ്ങളായി. തർക്കം മിനിസ്റ്റർ കേട്ടോണ്ടിരുന്നു, സെക്രട്ടറിയായിട്ടാണ് തർക്കം. അവസാനം അദ്ദേഹം അപ്രൂവ് ചെയ്തു. കുറച്ച് പണിയാൾ സർക്കാരായുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൊണ്ട് ചെയ്യിപ്പിച്ച സർവേ ഓഫ് ഇന്ത്യ വരണം അവിടെ. കാര്യം എന്ന് പറഞ്ഞാൽ ഡേറ്റം വേണം, മീൻ സീ ലെവലുമായിട്ട്. അങ്ങനെ 121 ഫ്ലഡ് മാർക്കേഴ്സ് ഇന്ന് 7 നദികളിലായിട്ടുണ്ട് വെച്ചിട്ടുണ്ട്. അത് സ്തൂപം വെച്ചിരിക്കുക. യൂറോപ്പിലും അമേരിക്കയിലും ജപ്പാനിലും എല്ലാം അത് നടന്നു. ചെന്നൈയിൽ ചെന്നൈയിലെ ഫ്ലഡ് കഴിഞ്ഞപ്പോൾ അവർ ഫ്ലഡ് മാർക്കേഴ്സ് വെച്ചു. എന്താണെന്നറിയാം, വെള്ളം ഇവിടെ വരെ പൊങ്ങി എന്നുള്ളൊരു തെളിവാണ്. അപ്പം ബി കെയർഫുൾ, നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ താഴത്തെ ഫ്ലോറോ ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് അന്ന് വെച്ചു, അവിടെ നമ്മൾ ജനറേറ്റർ കൊണ്ട് താഴെ വെച്ച് കളയരുത്. നമ്മൾ ടെക്നോ പാർക്കിൽ വെള്ളം കയറിയപ്പം ജനറേറ്ററെല്ലാം കൂടെ പോയറിയാമല്ലോ. അപ്പോൾ അവരോട് അന്ന് നമ്മൾ പറഞ്ഞിരുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും ഗ്രൗണ്ട് ഫ്ലോറിൽ ഇലക്ട്രിക്കൽ ഡിവൈസ് വെക്കരുത്, കാര്യം അത് ഫ്ലഡ് പ്രോണാണ്. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇപ്പം അതുണ്ട്. അപ്പം അത് വെച്ചിട്ട് റിവറിൻ്റെ കരയിൽ ഇപ്പം ഇത് നമ്മുടെ പമ്പയുടെ കരയിലിരിപ്പുണ്ട്, ഭാരതപ്പുഴയിലിരിപ്പുണ്ട്, ചാലിയാറിലിരിപ്പുണ്ട്. അല്ല, ചാലിയാറിലില്ല, ഭാരതപ്പുഴ, പമ്പ, നമ്മുടെ ആതിരപ്പള്ളി ഒന്നുണ്ടല്ലോ, ചാലക്കുടി, അച്ചൻകോവിലും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ 7 പുഴകളിലിരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ തീരത്തുള്ളവർക്കറിയാം ഇത് വെള്ളം ഇവിടെ വരെ കയറിയ. 924 ഫ്ലഡിനെ കുറിച്ച് നമുക്കൊരു ബോധവൽക്കരണം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ വീടും താഴെ കൊണ്ടുവെക്കുന്നതിൽ നാളുകൾ ഒഴിഞ്ഞു പോയതിന്. ഇല്ലെങ്കിൽ മേജർ, ഇല്ലെങ്കിൽ ഒരു പാലം പണിയുമ്പോൾ പാലത്തിൻ്റെ ഇത് മറ്റേ നാട്ടുകാർക്ക് ഈ ഒരു അളവ് വെച്ചിട്ട് അവരുടെ വേണമെങ്കിൽ ചെയ്യാം, അത്രേ ചെയ്തോളൂ. ഫ്ലഡ് സോൺ റിസ്കോണേഷൻ ഉണ്ടാക്കുന്നതിനുള്ള ആദ്യ സ്റ്റെപ്പ് കൂടാ. അപ്പോൾ അത് അവർക്കൊരു ഇൻഡിക്കേഷനാണ്. അത് സർക്കാർ ചെയ്തുകൊണ്ടായത്, അത് സർക്കാർ ചെയ്ത ഗുസ്തിയൊക്കെ ആണെന്ന് വെച്ചോളാം. അതുപോലെ നമ്മൾ ലാൻഡ് സ്ലൈഡ് സസെപ്റ്റിബിലിറ്റി മാപ്സ് ഉണ്ടാക്കുകയും സയൻറ്റിഫിക്കായിട്ട് ഉണ്ടാക്കണം. എന്തെങ്കിലും ഈ 2-3 പാരാമീറ്റർ വെച്ച് എന്തെങ്കിലും കാട്ടിക്കൂട്ടി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അതുണ്ടാക്കിയിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുകയും ബോധവൽക്കരിക്കുകയും ചെയ്താൽ ഇതൊരു സസെപ്റ്റബിലിറ്റി കൂടിയതാണ്. അപ്പം നമ്മൾ പുതിയതായിട്ടൊരു എന്തെങ്കിലും ഇച്ചിരി 5 സെൻറ്റ് സ്ഥലം മേടിച്ച് കൊടുക്കാം, ഇവിടെ നമുക്ക് വേണ്ട. അവിടെ കൂടുതൽ പ്രശ്നം വരാതിരിക്കും, പുതിയ ആളുകൾ അങ്ങോട്ട് വരുന്നത് ഒഴിവായി കിട്ടും. എന്ന് പറഞ്ഞാൽ പുതിയൊരു അപകടം. ഇത് ഒരു വീടൊക്കെ വെക്കാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ഇറ്റ്സ് ഫോർ മോസ്റ്റ് പീപ്പിൾ ഇത് ലൈഫിലെ ഒരു ഇതാണ്. അതുപോലെ വലിയ സ്ലോപ്പുണ്ട്, വലിയ തിക്നെസ് ഉള്ള സോയിൽ കവറുണ്ട്, അവിടെ കൊണ്ടൊരു 5 സെൻറ്റ്, ഇപ്പം പൈസ കുറഞ്ഞവരായി ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മേടിച്ച് പോകുന്നത്, അവിടെ ഒരു വീട് വെക്കുന്ന സമയത്ത് അവർക്കതൊരു ഇൻഡിക്കേഷനാണ്. ഇപ്പം താഴ്ന്ന സ്ഥലങ്ങളിൽ പണ്ട് വയലിലൊക്കെ വന്ന് വില കുറഞ്ഞുകൊണ്ടല്ലേ വയലൊക്കെ നിർത്തിപ്പോയി. ഇപ്പം ആ ആളുകൾക്ക്, ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്നൊരു ബോധം വരും. ഇതിനെ സഹായിക്കാൻ വേണ്ടി ഈ സർക്കാർ ഇത്തരം പ്രിപ്പയറേറ്ററി വർക്കുകൾ, സയൻറ്റിഫിക് വർക്കുകൾ ജനങ്ങൾക്ക് ചെയ്യാൻ ഒക്കില്ല. ഇതൊന്ന് ചെയ്തു ഈ പറഞ്ഞ ജനറലായിട്ട് പറയുമ്പോഴും ഓരോ ബേസിലും ഓരോ വാട്ടർ ഷെഡിലും ഇതിൻ്റെ ലെവൽസ് വ്യത്യാസമാണ്. അപ്പോൾ ഇതിന് പറ്റുന്ന റെസൊണേഷൻ മാപ്സ് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് ചെയ്യിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ലോക്കൽ ബോഡീസിനും പെർമിഷൻ കൊടുക്കുമ്പോൾ ചോദിക്കാം, ഇവിടെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ചെയ്തു. നമ്മൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ ഉള്ളൊരു രാജ്യമാണ്, ഫ്രീഡം ഉള്ളതാണ്. അപ്പോൾ ഈ ആസ്കമുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇൻഷുറൻസ് കവർ, ഇപ്പോൾ US ലോകം അങ്ങനെയാണല്ലോ പോകുന്നത്, ഇതിനനുസരിച്ച് കൊടുക്കും. നമ്മുടെ മെഡിക്കൽ കെയർ എന്താ, നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇൻഷുറൻസ് കവറിൽ പോകുമ്പോൾ നമുക്ക് ആർക്കും ആശുപത്രി പോകാൻ വയ്യാത്തൊരു സാഹചര്യം വരും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ കൊടുക്കില്ല. ഇപ്പോൾ US ഓൾറെഡി വന്നു. US എല്ലാം കാലിഫോർണിയയിൽ ഇപ്പോൾ തീ പിടിച്ചാൽ ഇൻഷുറൻസ് വേണമെന്നുള്ള സംശയമായി. ബോസ്റ്റണിലെ 57% ആളുകൾ കണ്ട് വീട് മാറാൻ പോകുന്നു.
അപ്പം അവർക്ക് അഫോർഡ് അവർ റിച്ച് നേഷൻ ആയതുകൊണ്ട് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള അവിടെ ചെയ്യുന്നില്ല, അവിടെ പോലും ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല, അവർക്ക് അഫോർഡബിൾ അല്ലാന്നാണ് അവർ പറയുന്നത്. മെഡിക്കൽ പോലും അഫോർഡബിൾ അല്ലല്ലോ, അങ്ങനെയല്ലേ പോകുമ്പോൾ കയറി വന്നേ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് സോഷ്യൽ സെക്യൂരിറ്റി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തൊട്ട് വന്നതാണ്. അപ്പോൾ അത് നമുക്ക് പോകുന്നു. പക്ഷേ ഗവൺമെൻറ്റുകൾ ചെയ്യേണ്ടത് ചെയ്തു കൊടുക്കണം. സാർ, ഇത് നമുക്ക് സാധാരണ ആൾക്ക് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? സാധാരണ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്തരം ഇൻഡിക്കേഷൻസ് ഒഴിവാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് ക്ലൂ എടുത്തുകൊണ്ട് ഇവിടങ്ങളിൽ നമ്മൾ പോയി പെടാതിരിക്കുക. അത് അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഈ ലാൻഡ് പ്രൊട്ടക്ഷൻ വേണ്ടി ചെയ്യാവുന്ന എന്തെങ്കിലും നമുക്ക് ചെയ്യാവുന്നതുകൊണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഇപ്പം അത് വേണമെങ്കിൽ അർബൻ ഫ്ലഡിങ് എന്ന ഒരു എക്സാമ്പിളായിട്ട് എടുത്തോളൂ. എന്തുകൊണ്ടാണ് അർബൻ ഫ്ലഡിങ് നടക്കുന്ന കാര്യം എന്താണ്? പണ്ടും മഴയുണ്ടായിരുന്നു, ഇത്രയും എക്സ്ട്രീം അല്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഫ്ലഡ് കുഷനിങ് ഏരിയാസ് ഉണ്ടായിരുന്നു. നമ്മൾ പാടങ്ങളെന്നോ താഴ്വരയെന്നൊക്കെ പറഞ്ഞ് അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വെള്ളം, ഇപ്പോൾ നമ്മളൊരു തമ്പ് റൂൾ പ്രകാരം മഴ പെയ്ത് കഴിഞ്ഞാൽ 1/3 ഒലിച്ചു പോകും, 1/3 വേപ്പർ ട്രാൻസ്പിറേഷൻ ആവും, വേറൊരു 1/3 അതായത് ഇൻഫിൽട്രേഷൻ മണ്ണിലേക്ക്. ഇതായിരുന്നു ഒരു തമ്പ് റൂളാണ്. അപ്പോൾ ആ തമ്പ് റൂളൊന്നും ഇപ്പം വർക്ക് ചെയ്യണില്ല. കാര്യം ഒന്ന്, ടെമ്പറേച്ചർ കൂടി, എവാപ്പറേഷൻ റേറ്റ് കൂടി, ഇൻഫിൽട്രേഷൻ ഭൂമി നമ്മൾ കിളക്കുകയോ ഒഴുകുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഇൻഫിൽട്രേഷൻ ലെവൽ കുറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ കുടിവെള്ളത്തിനെയും ബാധിക്കും. അപ്പോൾ കൂടുതൽ പിന്നെ വന്നേ എന്താ? റൺ ഓഫാണ്. ഈ റൺ ഓഫാണ്. അപ്പം ബാക്കിയുള്ള വാട്ടർ കുഷനിങ് ഏരിയ എല്ലാം നമ്മൾ നികത്തി കഴിഞ്ഞു. അപ്പോൾ ഇത് വന്നിട്ട് ബാക്കി വെള്ളത്തിൻ്റെ ഇടത്ത് നിന്നല്ല പറ്റുള്ളൂ. അവനറിയാവുന്ന മേപ്പോട്ട് പോകുക, താഴെ സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. അപ്പോൾ ഇത് വന്ന് ഈ അർബൻ ഫ്ലഡിങ്ങിൻ്റെ സിമ്പിൾ ഇതല്ലേ. അതെ. അപ്പോൾ ഇവൻ വന്നു, ഇത് പോയി ഒരു തുള്ളി വെള്ളവും താഴോട്ട് ഇറങ്ങാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ വീടും ചുറ്റും ഒന്ന് പ്ലിന്ത് വെക്കുമ്പോൾ തന്നെ കവർ കുറഞ്ഞു. അത് കഴിഞ്ഞ് ഇച്ചിരി സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മുറ്റമാണ്. മുറ്റത്ത് നമ്മൾ ടൈൽസ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ പറയും ഉടനെ വെള്ളം ഇറങ്ങുന്ന ടൈലാണെന്ന് ആളുകൾ പറയും. അങ്ങനെ വെള്ളം ഇറങ്ങുന്ന ടൈലുകൾ ഈ വെള്ളം ഒഴുകുന്നിടത്ത് നമ്മളൊരു പൈപ്പിൽ ഒരു ഓടയിൽ വെച്ചുള്ളൂ, ഒരു ചെറിയ ഓല എടുത്തിട്ടാൽ മതി എൻ്റെ തടസ്സവും. ജലം വളരെ സെൻസിറ്റീവാണ്. ഏറ്റവും ചെറിയ ഒബ്ജക്ഷനെ പോലും അത് മാനിച്ചിട്ട് ഒഴുകി മാറിപ്പോകും. അപ്പോൾ ഈ ടൈൽസ് ഒന്നും വിട്ട് അങ്ങോട്ടൊന്നും പോകത്തില്ല, 2 മണ്ണ് അതിനകത്ത് വീണാൽ മതി, പോകില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതിൽ 2 കാര്യങ്ങളാണ് പറയണത്. ഒന്ന്, ഈ ഫ്ലാഷ് ഫ്ലഡ് ഒരു ഏരിയയിൽ ഉണ്ടാകുന്നതിനെ തടസ്സപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം. 2, നമുക്ക് കിട്ടുന്ന കുടിവെള്ളം എന്ന് പറയുന്നത് ഫ്രീയാറ്റിക് സോണിൽ നിന്നാണ് എടുക്കണേ. ഈ ഫ്രീയാറ്റിക് സോണിൽ വെള്ളം വേണമെങ്കിൽ ഈ വെള്ളം അകത്തോട്ട് ചെല്ലണം, മഴ താഴോട്ട് പറയണം. ഇന്നിപ്പോൾ നമ്മളെ ഈ ഭരണകർത്താക്കളെല്ലാം സൂചിപ്പിച്ച് പൈപ്പ് ടു വാട്ടർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് ഇവരെല്ലാം പറയണം 100% പൈപ്പ് ടു വാട്ടർ കൊടുക്കാവുന്നതാണ്. അതായത് ഭഗവാൻ ഇറങ്ങി വന്നാൽ പോലും 100% പൈപ്പ് ടു വാട്ടർ കൊടുക്കാൻ പറ്റത്തില്ല. ലോകത്തെ ഒരു രാജ്യത്തും അതില്ല. നമ്മളെക്കായ ധനിക രാജ്യങ്ങളുണ്ട്. ഇത്രയും ജനങ്ങളുള്ള ഈ രാജ്യത്ത് പിന്നെ ഇനി മഴ എങ്ങനെയാണ് വരുന്നത്? മഴ കോൺസെൻട്രേറ്റ് ചെയ്താണോ പെയ്യുന്നത്? അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തല്ലേ പെയ്യുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയെന്ന് പറഞ്ഞാൽ സകല സസ്യങ്ങൾക്കും സകല ജീവജാലങ്ങൾക്കും കിട്ടത്തക്ക രീതിയിലാണത് വരുന്നത്. അതിനെ നമ്മൾ പുഴയക്കട ഒഴുകുന്ന വെള്ളത്തിനെ ഡൈവേർട്ട് ചെയ്ത് പുഴയുടെ ആവാസ വ്യവസ്ഥകളെ തകർത്ത് പൈപ്പിലാക്കി ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ടാങ്കിൽ കയറ്റിയിട്ട് തന്നു നമ്മളെ കൊണ്ട് ബാക്കി എല്ലാം ഇല്ലാതാക്കി. ഈ വെള്ളം തീരുമ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്താണെന്ന് അറിയാവില്ല, 4 ദിവസം വെള്ളം പോയപ്പോഴത്തേക്ക് ഇവിടെ ഗുസ്തിയായി അല്ലേ. അപ്പം ഇത്തരം കൊച്ചു കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. 1, 2 പിന്നെ നമ്മൾ ആഗോളതാപനം എന്ന് പറയണത് ഇതൊരു അതിൻ്റെ ഭാഗമാണല്ലോ. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇറ്റ്സ് എ ഗ്ലോബൽ ഇഷ്യൂ. പക്ഷേ ഒരു ലോക്കലായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ കാണുന്ന ഇപ്പോൾ ഏറ്റവും പറഞ്ഞു വരുന്ന ആദ്യം പറഞ്ഞത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ സീപ്പേജ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. പെയ്യുന്ന വെള്ളം മണ്ണിൽ താഴാനുള്ള ഒരു സംവിധാനം അതായത് തമ്പ് റൂൾ വെച്ചിട്ട് 1/3 അവൻ താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ ഇല്ലാതാക്കി. ഒന്ന്, അത് നമ്മൾ തിരിച്ച് റിവേഴ്സ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ തിരിച്ച്, അതായത് ഭൂമി ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് നടക്കത്തുമില്ല. അതിന് പകരം ഭൂമി മുഴുക്ക നമ്മൾ കട്ടിയാക്കുക അല്ലേ. പണ്ട് വെള്ളം കിടന്ന്, അതായത് മലയെല്ലാം ഇടിച്ചുകൊണ്ട് വന്ന് നമ്മൾ താഴ്ന്ന സ്ഥലങ്ങളെ നികത്തുക. അപ്പോൾ ഈ വാട്ടർ കുഷനിങ് ഏരിയയാണ് നികന്നു പോകുന്നത്. ഈ മല ഇടിയുമ്പോൾ വേറൊരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. മലയിൽ നമ്മൾ ലാറ്ററൈറ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന ആഗോളതാപനത്തിൻ്റെ ഒരു വലിയ കാരകനായിട്ട് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ് ഏറ്റവും വലിയ വില്ലനായിട്ട്. മീഥേൻ കുറച്ച് മതി, അവൻ്റെ എഫക്റ്റ് കൂടുതലായതുകൊണ്ട് അവൻ ഇതുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്ന ഒരു രാസപ്രക്രിയയാണ് ഈ ലാറ്ററൈറ്റ് ഫോർമേഷൻ. അത് ശരി. ഈ ലാറ്ററൈറ്റ് ഫോർമേഷനകത്ത് അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ
ഭൂമിയിലുള്ള കാർബൺ, അതായത് ഇലകളൊക്കെ, ഇതെല്ലാം കൂടെ വെള്ളമായിട്ട് ചേർന്ന് C+O2 CO2, ഈ പാറയിൽ കാണുന്ന മിനറൽസ് ഉണ്ട്, ഫെൽസ്പാർ ഇതൊക്കെ പറയും, അത് ഒരു ലോങ് പ്രോസസ്സാണ്. അതങ്ങനെ നിന്ന് അതൊരു പർട്ടിക്കുലർ ഇങ്ങനെ കുത്തനെയുള്ള സ്ഥലത്ത് പെട്ടെന്ന് നടക്കില്ല. ഒരു കുറച്ച് ലെവലായിട്ടുള്ള സ്ഥലങ്ങൾ, പ്ലേറ്റോ പോലുള്ള അങ്ങനെ ആയി വരണം. അപ്പോൾ അവിടെ നടന്നിട്ട് ഇത് റിയാക്ട് ചെയ്തിട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്ത് ഈ മിനറലിനെ പൊടിക്കും. അവിടെ എഴുതി വെച്ചിട്ടില്ല. സോ പിന്നെ മിനറലിനെ പൊടിച്ചിട്ട് സിലിക്കായി ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. സിലിക്ക ഇതായിട്ട് കുറച്ച് ഭാഗം സിലിക്ക ഒലിച്ചൊലിച്ച് പുഴയിൽ പോകും. പുഴയിൽ പോയിട്ട് ബയോളജിക്കൽ കൺവേർഷൻ നടക്കുക, ചില ഓർഗാനിസം ചെയ്തിട്ട് ഇത് കടലിൽ ചെല്ലും. കടലിൽ ചെല്ലുമ്പം കടലിലെ ഏറ്റവും സൂക്ഷ്മജീവികളെന്ന് പറയുന്ന ഫൈറ്റോ പ്ലാങ്ക്ടൺസിൽ തന്നെ പല വിധങ്ങളുണ്ട്. അതിൽ ഒരു വിധം എന്ന് പറയുന്നത് ഡയാറ്റം എന്ന് പറയും. ഡയാറ്റം എന്ന് പറയുന്ന ഫൈറ്റോ പ്ലാങ്ക്ടൻ്റെ പുറം ചട്ട സിലിക്ക കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. ശരി, സിലിക്കയാണ്. അപ്പോൾ അതാണ് ഈ മത്സ്യക്കുട്ടികളുടെ തീറ്റയ്ക്ക് ഏറ്റവും പഥ്യം. ഈ സിലിക്കയുടെ അളവ് അങ്ങോട്ട് കുറഞ്ഞു വരുമ്പോൾ ഫ്ലാഗ്ലേറ്റ്സ് വേറെ അവന് പകരം ഫൈറ്റോ പ്ലാങ്ക്ടൺ ഉണ്ടാകും, വേറൊരു ഉണ്ട്, അവൻ ഫ്ലാഗ്ലേറ്റ്സ് ടോക്സിക്കാണ്. അങ്ങനെ ഫിഷ് കില്ലിന് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. പൊല്യൂട്ടൻസിന് ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സിൽ കൂടാണ് ആവശ്യമായ സിലിക്ക പ്രധാനമായിട്ടും തീരക്കടലിൽ ചെല്ലുന്നത്. അല്പം വരുന്നത് അവിടെ കിടക്കുന്ന മണൽ ഈ അപ്വെല്ലിങ് നടക്കുമ്പം അടിച്ച് കുറച്ചെടുക്കും, പക്ഷെ കൂടുതൽ ഇവിടുന്ന. അതാ നിങ്ങൾ എത്ര കണ്ട് ഡാം, അതായത് യൂറോപ്പിലെ റൊമേനിയ അവിടെ ഡാന്യൂബ് നദിയാണ് ഒഴുകുന്നത്. അവിടെ അയൺ ഗേറ്റ്സ് എന്നും പറഞ്ഞൊരു ഡാം അവർ 70-71 സ്ഥാപിച്ചു. അത് വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ ഉള്ളിലുള്ള ബ്ലാക്ക് സീല ഒരു വലിയ അനോക്സിക് റീജൻ, അതായത് ഫിഷസ് ഇല്ല. അതൊരു കമ്പൈൻഡ് യൂറോപ്യൻ സ്റ്റഡി കൂടാണ് ഈ സിലിക്ക ഇവിടെ അക്യുമുലേറ്റ് ചെയ്ത് ഇതാണ് വൈ യു ഡോണ്ട് ഹാവ് ദ പ്രൊഡക്ടിവിറ്റി ഓവർ ദെയർ. അതായത് ഫിഷസ് ഇല്ല, സിലിക്ക എല്ലാം ഡാമിൻ്റെ അകത്ത് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പം നമ്മുടെ രാജ്യത്ത് അത് 100% നടക്കത്തില്ല. കാര്യം എന്താണെന്നറിയോ, ഡാമിൻ്റെ മേൽഭാഗത്ത് കുറച്ചടിയും, അതുകൊണ്ടാണ് ഈ സിലിക്ക അടിയുന്നതുകൊണ്ടാണ് അതിനകത്ത് ഈ കക്ക പോലുള്ള, കക്കയല്ല വേറെ ഉണ്ടല്ല ഈ നീണ്ടിരിക്കണ സിലിക്ക കോട്ടിങ്ങുള്ള കക്കായും കക്കായുടെ കണക്ക് വേറെ ഇങ്ങനെ നീണ്ടുള്ള വേറൊരു സാധനം ഉണ്ടാവില്ല. എൻ്റെ മലയാളം കോറൽസ് പോലുള്ള എന്തെങ്കിലും സാധനം ഡാംസിൻ്റെ ഉള്ളിലൊക്കെ ഈ സാധനം ഉണ്ട്. അത് സിലിക്ക അടിയുന്നുണ്ടാകും. പക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് എപ്പുറത്ത് സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സിലിക്ക ഇതിൽ കൂടെ പോകും. പക്ഷേ യൂറോപ്പിലെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് ഇതിന് പറ്റിയൊരു സ്ഥലമല്ല ക്ലൈമറ്റിൻ്റെ വെച്ചിട്ട്. അപ്പം ഈ ഞാൻ പറഞ്ഞു വന്ന വെള്ളം പോകുന്നതിൻ്റെയും ഈ പ്രോസസ്സ്, വെതറിങ് പ്രോസസ്സ്, കെമിക്കൽ വെതറിങ് പ്രോസസ്സ്, അതിലേക്കൂടെ നമുക്ക് സോയിലുണ്ടാവുന്നു, അതിലേക്കൂടെ ക്ലേ ഉണ്ടാവുന്നു. അതിന് ചെയ്യുന്നത് കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ആണ് അതിൽ പോകുന്നത്. അപ്പോൾ ഈ പ്രോസസ്സും നമ്മൾ ഈ മലയിടിച്ച് അവിടെ ഒരു ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോൾ ആ പ്രോസസ്സും അവിടെ അറസ്റ്റ് ചെയ്തു. ആ മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് വെള്ളം ഒഴുകുന്നതും അറസ്റ്റ് ചെയ്തു. അവിടുത്തെ ഫ്രീയാറ്റിക് സോണിലെ വെള്ളം തീർന്നു. അപ്പോൾ നമ്മുടെ വികസന രീതിയിലേക്ക് മലയാളി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം നമ്മുടെ, അതായത് മരത്തിൻ്റെ മേളിൽ ഇരുന്ന് കീഴ്ഭാഗം വെട്ടുന്ന രീതിയാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ചോദിക്കും, ക്വസ്റ്റ്യൻ ഉണ്ട്, മലയാളിക്ക് വീട് വെക്കണ്ടായോ? ഒരു ചോദ്യമല്ലേ. പോപ്പുലേഷൻ സെൻറ്ററും നമ്മുടെ വലിയ ഇഷ്യൂ ആണ്. എന്നാൽ ലാൻഡ് നമ്മൾ ആലോചിച്ച് നോക്കിയോ, പണ്ട് തുടങ്ങുമ്പോൾ കേരളത്തിൻ്റെ തുടക്ക സമയത്ത് നമുക്ക് 30-35%, അതായത് 900-ലെ കഥയെടുത്താൽ 45% ഫോറസ്റ്റ് ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. ഇപ്പം നമ്മുടെ കണക്കുകളി 30 അതൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണക്കുകൾ, അങ്ങനെയൊന്നും ഫോറസ്റ്റൊന്നുമില്ല. അല്ല, കാനപ്പി ഉണ്ടല്ലോ. സാറേ, കാനപ്പിയും ഈ ഫോറസ്റ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ട്രീ കവർ എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഇപ്പോൾ അവർ ഫോറസ്റ്റ് എന്ന് പറയുന്നില്ല. അത് ട്രീ ഫങ്ഷൻസ് അവർക്ക് അറിയത്തില്ല. ഫോറസ്റ്റ് ഫങ്ഷൻ, ഫോറസ്റ്റ് കവർ എന്ന് പറഞ്ഞ് സേഫായിട്ട് രക്ഷപ്പെടുകയാണ്. അതായത് ഫോറസ്റ്റ് ഫങ്ഷൻ അറിയണം അവർ. ഇപ്പോഴും നമ്മുടെ ഫോറസ്റ്റിൽ നടക്കുന്ന മാനേജ്മെൻറ്റ് എന്താണ്? ബ്രിട്ടീഷുകാർ തന്ന ടിമ്പർ എക്കണോമിക്സാണ് നടക്കുന്നത്. സോ ഇന്ന് അങ്ങനല്ല. ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് 80-85% മെഡിസിനൽ പ്രിപ്പറേഷൻ്റെ എല്ലാം വരുന്നത്. ആർട്ടിഫിഷ്യൽ മോളിക്യൂൾസ് വേറെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ വേറെയാണ്. പിന്നെ പൊല്യൂഷൻ അബേറ്റ്മെൻറ്റിന് ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ചിരിക്കുന്ന ഫോറസ്റ്റ്. ആ ഒരു ഇത് നമ്മുടെ ഇവിടെ നടക്കുന്നില്ല അല്ലേ? ഫോറസ്റ്റിൽ നിന്ന് എക്സ്ട്രാക്ട്സ് എടുത്ത് മെഡിസിനെല്ലാം ഇല്ല നമ്മുടെ ഇവിടെ. അതുകൊണ്ടല്ലേ സായിപ്പന്മാർ വന്ന് ഏതാണ്ടൊക്കെ ചെന്ന് പറ്റിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമ്മുടെ പലതും ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. വി ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്. നമുക്കറിയത്തില്ല. ഉദാഹരണത്തിന് സെയ്ഷൽസ് എന്ന് പറയുന്ന കൊച്ചു രാജ്യത്ത് മുഴുക്കെ കാടിലെ സിനിമാനാണ്.
അത് മുഴുക്കെ കൊക്കോകോള കമ്പനിക്കാരല്ല. ഓ അത് ശരി. ഇവിടെ അതുപോലെ അങ്ങനെ അശോകം മുഴുവൻ ഒരു മരുന്ന് കമ്പനി ഉണ്ടായിരുന്നു. അശോകാരിഷ്ടം മറ്റേ ഇതൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെ അശോകത്തിന് ഒരു ഷോർട്ടേജ് വന്നായിരുന്നു ഇടയ്ക്ക്. പണ്ട് വൈദ്യന്മാർ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നുള്ള. അപ്പോൾ ഇങ്ങനെ വന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഓരോ തൂണിലും തുരുമ്പിലും നമുക്കിതിനെ സംരക്ഷിക്കത്തക്ക കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നിപ്പം ചിലർ പബ്ലിക്കേഷൻസൊക്കെ ഇങ്ങനെ അടുത്ത ദിവസങ്ങളിലും ഈ നേച്ചർ ജിയോ സയൻസിലെ വേറെണ്ണം വന്നു. അപ്പം പണ്ട് പറയണേ ജിയോളജിക്കൽ റെക്കോർഡ് എടുക്കുമ്പം ഓപ്പൺ യൂണിവേഴ്സിറ്റി ലണ്ടനിലെ ഒരു പഠനമുണ്ട്. അപ്പോൾ ഒരു ജുറാസിക് ടൈമിലോ എന്തോ ഇതുപോലൊരു വലിയ ടെമ്പറേച്ചർ കൂടിയൊരു സമയമുണ്ട്. അവസാനം വെതറിങ് റേറ്റ്സ് കൂടിയിട്ട് അത് നാച്ചുറലായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്തു, അത് കൂൾ ചെയ്തെന്നുള്ള പറയണം. അപ്പോൾ അത് വെച്ചുകൊണ്ട് ആളുകൾ പറയുന്നുണ്ട് നമ്മുടെ ഇവിടെ വെതറിങ് നമ്മൾ ആക്സലറേറ്റ് ചെയ്താൽ മതി. വെതറിങ് ആക്സലറേറ്റ് ചെയ്യാൻ പലരും പലവിധം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ അടുത്ത ദിവസങ്ങളിൽ വന്ന ഒരു പബ്ലിക്കേഷൻ ഒരു ചെറുക്കനാണ് എഴുതിയിരിക്കുന്നത്, നമ്മൾ ഈ പാറയെല്ലാം കൂടെ പൊടിച്ച് വളമായിട്ട്, അതായത് അത് കണ്ടുപിടിച്ചിരിക്കുന്ന ആന്ധ്രയിലെയൊക്കെ മാവിൻ തോട്ടത്തിൽ പോകുമ്പോൾ ഉണ്ടല്ലേ, അവിടെ ഈ മൈക്ക മൈൻസ് ഉണ്ട്. മൈക്ക മൈൻസിലെ വേസ്റ്റ് അതിൽ ക്വാർട്സും ഫെൽസ്പാറും അത് അതിൻ്റെ കീഴിലിട്ട് കഴിഞ്ഞാൽ പതുക്കെ ഈ കാൽസ്യവും അതും ഇതുമൊക്കെ അബ്സോർവ് ചെയ്ത് പോകും. അത് വേസ്റ്റാണ് പോയി. അതിന് പകരം പാറ പൊടിച്ചിടാനുള്ളൊരു സജഷനാണ് വന്നിരിക്കും. ഞാൻ അതിനൊരു റിമൈൻഡർ എഴുതുന്നുണ്ട്. അപ്പം അതിൻ്റെ അപകടം എന്താണെന്നറിയാം, ഇപ്പോഴും പാറ പൊട്ടിപ്പും ഖനനവുമാണ് പ്രകൃതിക്ക് ഏറ്റവും കൂടുതൽ ആഘാതം ഉണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ഇതുകൂടെ പറഞ്ഞു കൊടുത്താൽ എന്ത് പറ്റുന്നുണ്ടോ, ഈ രാജ്യത്ത് പാറ പിന്നെ കാണില്ല. അപ്പോൾ ഇത് വരാൻ പറ്റുന്ന വേറൊരിതുണ്ട്. ഈ ഭൂമിയിൽ നമുക്കറിയാം കരഭാഗം കോണ്ടിനെൻറ്റ്സ്, കടൽ, ഇതാണ് രണ്ട് മേജർ ജിയോമോർഫിക് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ്. ഇത് രണ്ടും ഒരു ഇക്വിലിബ്രിയത്തിലാണ്. ഈ ഇക്വിലിബ്രിയത്തിലിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടുന്ന് ഒത്തിരി സാധനം നമ്മൾ പൊട്ടിച്ച് മാറ്റിയാൽ നമ്മളൊരു ത്രാസാണെന്ന് വയ്ക്കുക. അത് വളരെ സെൻസിറ്റീവ് ത്രാസ്. ഇവിടുന്ന് പൊട്ടിച്ച് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നു. ത്രാസിനൊരു ഒരു ചലനം ഉണ്ടാവില്ലേ. ഇത് കൊച്ചൊരു ട്രമർ. അപ്പോൾ ഇങ്ങനെ പലയിടത്തുണ്ടാക്കുമ്പോൾ ഒരു എർത്ത് ഇതുണ്ടാക്കാൻ ഇത് പ്രാപ്തമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വി ഷുഡ് ഹാവ് ദ തോട്ട്സ്. ഇത് ഒന്ന് ചെയ്താൽ ഒരു ആക്ഷൻ വിൽ ഹാവ് റിയാക്ഷൻ. അപ്പോൾ ഇതൊന്നും കാണാതെ നമ്മൾ ഇങ്ങനെ സജഷൻസും ഓരോ കാര്യങ്ങൾ പാറപൊട്ടി വീട് വെക്കണം. അപ്പം വീട് വെക്കുമ്പോൾ നമ്മുടെ പ്രോബ്ലം ഇന്നിപ്പം നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഒറീസയിലെ തീരത്തിൻ്റെ കാര്യം പറഞ്ഞല്ലേ, 99 സൈക്ലോൺ കഴിഞ്ഞപ്പം അവിടെ റീഹാബിലിറ്റേഷന് ഏറ്റവും കൂടുതൽ അവരെ അഫക്റ്റ് ചെയ്ത് പൊളിഞ്ഞു ഒടിച്ചുപോയ വീടുകൾ വെക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പുരി കോസ്റ്റേ ഞാൻ പോയിട്ടുള്ളൂ, മറ്റേ കോസ്റ്റിന് ഞാൻ പോയിട്ടില്ല. പക്ഷേ അവിടെ കോസ്റ്റിനോട് തീരത്തോട് അടുപ്പിച്ച് വീടുകളൊന്നുമില്ല. ഇതൊരു വലിയ ദുരന്തമാണ്. അതായത് ഇതിന് ശേഷം പിന്നെ വീട് വെച്ചാൽ അത് കാര്യം പറഞ്ഞാൽ അവർ ഉള്ളിലോട്ട് മാറി. അതിപ്പോൾ അമേരിക്കയിലൊക്കെ ഈ ടൊർണാഡോയും ഹരിക്കെയിനും വന്നു കഴിഞ്ഞാൽ എല്ലാം എന്താ പറയണേ, മേക്ക് ഷിഫ്റ്റ് ഇതാണ് കൊണ്ടുവന്ന് നെട്ടും ബോൾട്ട് ചെയ്ത് പോയി. ഇൻഷുറൻസ് ഉണ്ട്, അടുത്ത മേടിച്ച് ചെയ്തു. നമ്മുടെ കൺസ്ട്രക്ഷൻ അങ്ങനെ മാറേണ്ട ഒരു സമയമായി. അല്ല, അതാ ഞാൻ അതിനോട് ആ ഒരു മോഡലിലോട്ട് വരാം. ഇപ്പം ജപ്പാൻകാരൻ കണ്ടുപിടിച്ചതുപോലെ ജപ്പാൻകാരൻ എന്തിനാണ് ഇതെല്ലാം കണ്ടുപിടിച്ച് എർത്ത്ക്വേക്കിന് ഇത്, സുനാമിക്ക് വേറൊന്നും, അവൻ്റെ സ്ട്രക്ചർ, റെസ്ക്യൂ ക്യാമ്പിന് ഒരെണ്ണം, ഇന്നോവേറ്റീവായിട്ട്. നമുക്ക് ഈ പ്രോബ്ലം ഒന്നും ഇല്ലാതിരുന്ന സമയത്ത്, അതായത് പ്രകൃതിയിലൊരു എന്താ പറയണേ ഒരു ഇക്വിലിബ്രിയം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ജൂൺ 1 മഴ പെയ്യും. ഇതെല്ലാം നമ്മൾ തെറ്റിയെന്ന് കണ്ടുപിടിച്ചിരിക്കുക, കണ്ട് ജീവിക്കുക. അപ്പോൾ ഇതിനനുസൃതമായിട്ട് നമ്മൾ ജീവിതചര്യയിലെ പ്രധാനമാണ് നമ്മുടെ ആവാസം. ഇതിലോട്ട് നമ്മൾ പോകണം. ഇത്രയും പാറ വെച്ച് ഇത്രയും ഉണ്ടാക്കിയിട്ട് ഒരു ലാൻഡ് സ്ലൈഡ് ഇല്ലാതെ പൊളിഞ്ഞു പോവുകയാണെങ്കിൽ ഇത്രയും രൂപ ചിലവാക്കി ഇത്രയും പാറ പൊട്ടിച്ചൊരു വീട് വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. മേക്ക് ഷിഫ്റ്റ്, അതായത് നമുക്ക് പ്രൊട്ടക്ഷൻ ഇല്ല വേണ്ടെന്നുള്ളൂ. ഇന്നിപ്പോൾ അത്തരം മെറ്റീരിയൽസ് ഇല്ലേ, വളരെ നീറ്റായിട്ട് വളരെ സ്റ്റേഡി ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. ഡ്രില്ലോ എല്ലാം വെച്ച് പൊളിക്കാനൊക്കെ ഉള്ളൂ. അത് ഈ ഭിത്തിയും ഡ്രില്ല് വെച്ച് പൊളിക്കാം, ഏത് സാധനവും പൊളിക്കാം. സോ അപ്പം അതിലോട്ട് നമ്മൾ മാറണം. അതിന് പറ്റിയ മെറ്റീരിയൽസ് ഉണ്ടാവണം, അതിനുള്ള ടെക്നിക്സും ടെക്നോളജിയും ഉണ്ടാവണം. ഇതൊക്കെ ഒരു സാധാരണക്കാരന് മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല. അവിടെയാണ് നമ്മൾ പറയുന്നത് ഈ സെൻഡയിലെ പറഞ്ഞിട്ട് ഗവൺമെൻറ്റ്സിൻ്റെ റോൾ ഇതൊക്കെ തന്നെയാണ്. അതിനായിട്ട് അവർ തയ്യാറാവണം. അതിൽ ജനങ്ങൾക്കൊരു പങ്കുണ്ട്. ജനങ്ങളെ ഇത് ജനങ്ങൾ പ്രേരിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ 5 കൊല്ലം കൊടുക്കുന്ന ഒരു സാധനം ഇരിപ്പുണ്ടല്ലോ,
ആ സാധനം വെച്ചിട്ട് നമ്മളിത് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഈ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ഒരു അപകടമുണ്ട്. അതുപോലെ ഇനിയിപ്പം ഈ ദിവസങ്ങളിൽ വായിച്ചു കാണുമല്ലോ, 66 ജില്ലകൾക്ക് പഞ്ചായത്തുകൾക്ക് CRZ 2-ൽ നിന്ന് 3-ലോട്ടാക്കി കൊടുത്തു. ഒരു നമ്മൾ വായിക്കുമ്പോൾ വളരെ ഇനിയിപ്പോൾ 50 മീറ്റർ മതി, നമുക്ക് വീട് വെക്കാം. ഈ വീട് വെക്കുന്നവർ മനസ്സിലാക്കേണ്ടത് റിസ്ക് എപ്പോഴും അവിടെ നിൽക്കുകയാണ്. റിസ്ക് നിൽക്കുക മാത്രമല്ല, ഇപ്പം ലോകത്ത് എവിടെയെങ്കിലും എടുത്തു കഴിഞ്ഞാൽ കടലോരത്ത്, അതായത് നമ്മൾ കരുനാഗപ്പള്ളി പോയി കഴിഞ്ഞാൽ ഈ സീവാളിൻ്റെ മേളിൽ തന്നെ താമസിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. കടൽ ബീച്ചിൽ താമസിക്കുന്ന ബീച്ചല്ല, ഇതിൻ്റെ മേളിൽ തന്നെ കുടിൽ കെട്ടി താമസിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം 2 കാര്യങ്ങളുണ്ട് ഇവിടെ കാണേണ്ടത്. കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കണം. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്, അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ട് നോർത്ത് ഇന്ത്യൻ ഓഷ്യൻ, അതായത് ഞാൻ പറഞ്ഞല്ലോ പസഫിക്കാണ് ഈ ഏറ്റവും കൂടുതൽ സൈക്ലോണിക് സുനാമി സാധനത്തിൻ്റെ സെൻറ്റർ, അതാണ്. അറ്റ്ലാന്റിക്കും ഉണ്ട് നോർത്തിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ബേ ഓഫ് ബംഗാൾ, നോർത്ത് ഇന്ത്യൻ ഓഷ്യനാണ് ബേ ഓഫ് ബംഗാളും അറേബ്യൻ സീ വരുന്നത്. അത് ബേ ഓഫ് ബംഗാൾ എന്നും പ്രോബ്ലം ആയിരുന്നു. ഒരു ശരാശരി ഒരു 5 സൈക്ലോൺ ഒരു വർഷം ഉണ്ടാവും, ശരാശരി ഒരു ആവറേജ്, ചിലപ്പം കൂടുതൽ അതിൽ കുറഞ്ഞിട്ട്. നമ്മുടെ ഇവിടെ വളരെ ചുരുക്കമായിരുന്നു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിസർച്ച് പറയുന്നത് നോർത്ത് ഇന്ത്യൻ ഓഷ്യനിലെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ ചൂടാവുന്ന അറേബ്യൻ സീ ആണ്. ബേ ഓഫ് ബംഗാളിനൊക്കെ കൂടുതൽ ഒരു ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ സൈക്ലോജനസിൻ്റെ സയൻസ് എന്ന് പറയുന്നത് 26 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് മുകളിലോട്ട് സീ സർഫസ് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അവൻ കറങ്ങാൻ തുടങ്ങും. ബാക്കിയെല്ലാം കൂടെ പിടിച്ചു പറ്റിയിട്ട് അവൻ എഞ്ചിനാവും. അപ്പോൾ 26 ഡിഗ്രിയാണ് അതിൻ്റെ ഒരു ഇതായിട്ട്. അപ്പോൾ ഇത് നമ്മളാവുകയാണെന്നും പ്ലസ് വേറൊന്ന് സംഭവം കൂടി ഇപ്പം നടന്നു. ഈ ഒരു പക്ഷേ എത്രയോ ദശാബ്ദങ്ങൾക്ക് ശേഷമാണ് കരയിൽ നിന്നുമുള്ള ഒരു സൈക്ലോൺ ഗുജറാത്തിൽ നിന്ന് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഏഡനിലോട്ട് പുറപ്പെട്ടു. കരയിൽ നിന്ന്. ഇറ്റ്സ് എ റെയർ ഫിനോമിന. അപ്പോൾ ഇവിടെ ഒക്ടോബർ തൊട്ട് ശല്യമാണെന്നും പറഞ്ഞിട്ട് ഒരു അറിയപ്പെടുന്ന ഒരു സയൻറ്റിസ്റ്റ് വേറൊരെണ്ണം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ സൈക്ലോജനിക്കായിട്ട് ഓഹിക്ക് ശേഷം പലതും നമ്മൾ കണ്ടതാണ് ഇവിടെ വന്നിട്ടുണ്ട്. ഈസ്റ്റ് കോസ്റ്റിലെ കണക്ക് തന്നെ ഇവിടെ അത് വന്നിട്ടുണ്ട്. ഇത് വരുന്നു. സീ ലെവൽ റൈസ് ഈസ് എ റിയാലിറ്റി. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കടലിൻ്റെ ആക്രമണ ശക്തി കൂടുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ്? സീ ലെവൽ കൂടി. അതായത് 92-ന് ശേഷം എത്രയോ 8-12 സെൻറ്റിമീറ്റർ പല ഭാഗങ്ങളിലും കൂടിയിട്ടുണ്ടെന്നാണ് പറയണത്. 2019 വരെ ഉള്ള കാലഘട്ടത്തിൽ. കൊച്ചിയിലൊക്കെ മറ്റേ ചെറായിൽ വെള്ളം അല്ല, ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപോലെ അല്ല പലയിടത്തും. അതിന് പല റീസണുണ്ട്, ഐസോസ്റ്റസിയും പല കാരണങ്ങളുണ്ട്. പക്ഷേ ഇത് വരുമ്പം നമ്മളൊരു 8 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വാട്ടർ ബോഡി ഈ സമുദ്രത്തിന് ചുറ്റും കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 10 സെൻറ്റിമീറ്റർ നമ്മൾ പൂച്ചിച്ച് കൊള്ളും. പക്ഷേ ഈ 8 സെൻറ്റിമീറ്റർ ഉള്ള തിക്നെസ് ഉള്ള ഒരു വാട്ടർ ബോഡി ലോക സമുദ്രങ്ങളിൽ വന്നാൽ അതിൻ്റെ ത്രസ്റ്റ്, അതിൻ്റെ വോളിയം, അതിൻ്റെ ത്രസ്റ്റ് എത്ര ആയിരിക്കും നമ്മൾ ഊഹിക്കണം. നമ്മൾ ആകെ കണ്ട് ഈ 8 സെൻറ്റിമീറ്റർ വിലയൊന്നുമില്ല, ശരിയുണ്ടോ? പക്ഷേ ആഗോള തലത്തിൽ വരുമ്പം കടലിൽ വരികയാണ്. അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെയില്ലേ. അത് മാത്രമല്ല, കാറ്റിൻ്റെ ഗതി അങ്ങ് മാറിയില്ലേ. ഒരു ടെമ്പറേച്ചറല്ലേ കാറ്റിനെ സൃഷ്ടിക്കുന്നത്, ആ കാറ്റല്ലേ വേവ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മാറുന്നു. അപ്പോൾ സീ ലെവൽ റൈസ് ഈസ് എ റിയാലിറ്റി. കടൽ തീരത്ത് താമസിക്കുന്നവർ നമ്മളത് എന്നും കോസ്റ്റൽ എറോഷൻ സെൻട്രിക്കാം. ഈ സെൻഡേ ഫ്രെയിംവർക്കിലാണ് കോസ്റ്റൽ എറോഷനും എഴുതിയിട്ടുണ്ട്. ഇന്ത്യ ഒരു സിഗ്നേറ്ററിയാണ്. പക്ഷേ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഡൽഹിയിലോ ഇവിടോ ഈ സാധനം ഇല്ല. ആരുടെ കുറ്റമാണ്? അതെൻ്റെയോ സാറിൻ്റെ കുറ്റമാണോ? നമ്മളെ ഭരിക്കുന്നവൻ്റെ കുറ്റമാണ്. ഒരു പബ്ലിക് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വളരെ ഒരു ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു നിലപാടാണ് പലപ്പോഴും. ഇല്ലേ, നമുക്ക് സത്യത്തിൽ കോടതി പോകുന്ന ഇത് കാര്യം സെൻഡേയിൽ നിന്ന് വി ആർ എ സിഗ്നേറ്ററി സെൻഡേ ഡിസാസ്റ്ററിൻ്റെ വെച്ചിട്ട് ഞങ്ങൾ ഇതുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ദിവസം തോറും നഷ്ടം വരികയാണ്. സാർ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു വശം നിൽക്കട്ടെ, ഒരു ഡിസാസ്റ്റർ അവയർനെസ് ഒരു സാധനം ആളുകൾക്കില്ല അല്ലേ? ഇല്ല, നമ്മുടെ ആളുകൾക്ക് പബ്ലിക് ഹെൽത്തിനെ കുറിച്ചിട്ടില്ല, ഡിസാസ്റ്ററിനെ കുറിച്ചില്ല. അതായത് ഒരു സമൂഹം എങ്ങനെ ജീവിക്കണമെന്ന് വരുന്ന പ്രത്യേകിച്ച് പേഴ്സണൽ ഹൈജീനെ കുറിച്ച് നമ്മൾ കൺസേൺഡാണ്. പക്ഷേ പബ്ലിക് ഹൈജീൻ നമുക്കുണ്ടോ? നമ്മൾ കാണുന്ന പ്ലാസ്റ്റിക് വഴിയിലോട്ടല്ലേ അറിയാം. അല്ല, ഞാൻ പറയുകയാണ്, അത് ഈ പ്ലാനറ്ററി ലെവലിൽ വരുന്ന വേറൊരു സാധനം അത്. അപ്പോൾ ഇതിന് നമുക്കൊരു പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ടോ?
അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോയി അവിടെ തമിഴനുണ്ടായിട്ട് തമിഴൻ മേടിച്ചുകൊണ്ട് പോകണ്ടല്ലേ നമ്മൾ രക്ഷപ്പെടുന്നത്. നമുക്കിത് റീപ്രോസസ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ആ മോഡലിലാണ് വരട്ടെ. സോ യു ഹാവ് ടു റീകാസ്റ്റ് അവർ സെൽസ്. നമുക്ക് ഇൻഡസ്ട്രി ഇല്ലാതെ ഇതില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് തന്നെ നമുക്കറിയാം, ഇവിടെ ആലപ്പുഴ ഒരു ഗ്ലാസ് മേക്കിംഗ് ഫാക്ടറി ഉണ്ടായിരുന്നു, അറിയാമല്ലോ. ബോബൻ കുഞ്ചാക്കോ എക്സൽ അവരുടെ അല്ലായിരുന്നു അത് പിന്നെ ഗവൺമെൻറ് ഇടണോ എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. അവിടെ ഒരെണ്ണം ഉണ്ട്, അതിൻ്റെ എല്ലാം ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് വകയാണ്. അപ്പം നമ്മുടെ ബിവറേജ് കോർപ്പറേഷനിലാണ് വരുന്ന കുപ്പികൾ ഒന്നുകിൽ വാഷ് ചെയ്ത് രണ്ടാമത് കൊടുക്കുക. സാർ, അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം, സാർ ഒരു 5 പോയിന്റ് സാധാരണ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതൊന്നുകൂടെ ഒന്ന് ആവർത്തിക്കുകയാണെങ്കിലേ. കാര്യം ദുരന്തങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ജിയോഗ്രാഫിയുടെ പ്രത്യേകതകൾ പറഞ്ഞു. കേരളത്തിൻ്റെ ജിയോഗ്രാഫിക്കൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലനാട്, കിഴക്ക് പർവ്വതനിരകൾ, പടിഞ്ഞാറ് കടൽ, ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു ഇടനാട്. നമ്മുടെ അതെന്ന് പറയണേ നമ്മുടെ ഈ ആവാസ വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള റോഡ് ഇൻഫ്രാസ്ട്രക്ചറിനെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, ഇപ്പോഴും നമ്മളിതൊന്നും നമുക്ക് ടോപ്പോഗ്രഫി ഒന്നും ബാധകമല്ലല്ലോ, നമ്മളെല്ലാം ചെയ്യല്ല. അപ്പം മലനാടെന്ന് പറയാൻ മലയാണ്. ഇപ്പം മലയുടെ കാര്യത്തിൽ നമ്മൾ വെസ്റ്റേൺ ഘാട്ട്സിൻ്റെ ഫ്രാജിലിറ്റി നമ്മൾ കാണുമ്പോഴാണ് വനനശീകരണവും അതുമൊക്കെ ഒരു സൈഡിൽ കൂടെ നടന്നു. പിന്നെ ഇപ്പോഴും നമ്മൾ കാണുന്നത് ലാൻഡ് സ്ലൈഡ്, ഫ്ലഡിനുള്ള വെള്ളവും അവിടെ നിന്നാണ് വരുന്നത് കൂടുതലായിട്ട്. അപ്പം ഈ ലാൻഡ് സ്ലൈഡ് ഒരുപാട് ശല്യമായിട്ട് പ്രത്യേകിച്ച് വയനാടിൻ്റെ ശേഷം നമ്മൾ കണ്ടിട്ടുള്ള ഇതാണ്. അപ്പം മലനാട്ടിൽ ജനങ്ങൾ താമസിക്കുന്നവർ, താമസിക്കാൻ പരിപാടി ഇടുന്നവർ, അവർ ശ്രദ്ധിക്കേണ്ട 2 കാര്യമെന്ന് പറയണത്, ഈ ലാൻഡ് സ്ലൈഡിന് സാധ്യതാ മേഖല, ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിലിറ്റി ഏരിയാസ്, അതെന്ന് പറയണത് കുത്തനെയുള്ള ചരിവാണ്. അവിടെ കൂടുതൽ മേൽമണ്ണുണ്ടാവാം. അത് ഭ്രംശമേഖല എന്ന് പറഞ്ഞാൽ കൂടുതൽ ഈ വിള്ളലും അതും ഇതുമൊക്കെ ഉള്ളതാണ് കുത്തനെ. പിന്നെ അതിൻ്റെ സോയിലിൻ്റെ ഘടന, ഇതൊക്കെ കിട്ടാവുന്ന വിവരങ്ങൾ ഏതെല്ലാം രീതിയിൽ നമുക്കുണ്ടോ അതൊക്കെ നമ്മുടെ കയ്യിലിരിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ആ സാധ്യതാ മേഖലയുടെ താഴെ നമ്മൾ താമസിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് താമസിക്കുക. കാര്യം ഒരു എക്സ്ട്രീം റെയിൻഫാൾ വരുമ്പോൾ അതാണ് ട്രിഗർ ഇവിടെ ഇന്നത്തെ കേസിലാണ്. ഇല്ലെങ്കിൽ ഒരു ചെറിയ ഭൂചലനം ഉണ്ടാകുമ്പോഴും ഭൂചലനം മാത്രമല്ല മറ്റേത് സൂക്ഷിക്കണം. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ നമ്മൾ അവിടെ താമസിക്കുന്നവരാണെങ്കിൽ നമ്മൾ മാറി എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഡേഞ്ചർ മാറുന്നിടം വരെ മാറി താമസിക്കുക. പുതുതായിട്ട് താമസിക്കാൻ പരിപാടി ഇടുന്നവരാണെങ്കിൽ വില കുറഞ്ഞ് കിട്ടിയാൽ പോലും ഇത്തരം സ്ഥലങ്ങളിൽ വീട് വെച്ച് താമസിക്കുക. നിങ്ങൾ കൃഷിയോ എന്തോ ചെയ്യും, അത് കൃഷിനഷ്ടമേ ഉണ്ടാവുള്ളൂ. അതാണ് നമുക്ക് മലനാട്ടിലെ കാര്യത്തിലോട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ അങ്ങനെയുള്ള സ്ഥലത്ത് കിട്ടിയാലും കുത്തനെയുള്ള ചരിവാണെങ്കിൽ അവിടെ ലെവൽ ചെയ്ത് നമ്മൾ വീട് വെക്കുക എന്നുള്ള കൾച്ചറിനോട് നമ്മൾ മാറ്റണം. കാര്യം ലെവൽ ചെയ്താൽ പോലും ആ ലെവൽ ചെയ്തതിൻ്റെ ഉൾഭാഗം എടുത്ത് കഴിയുമ്പോൾ കുത്തനെയുള്ള ചരിവിന് മാറ്റം വരുന്നില്ല. അപ്പോൾ ലെവൽ ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് വരുന്ന അവിടെ അതിൻ്റെ കീഴിലെ ഫ്രാക്ചേഴ്സ് ഭ്രംശമേഖല ഉണ്ടെങ്കിൽ നമ്മൾ കാണില്ല. അതിലേക്കൂടെ വെള്ളം ഒലിച്ചിറങ്ങി അത് നമ്മൾ വീട് അവിടെ ഇരിക്കുമ്പോൾ തന്നെ വീടിനുള്ളിലെ അതിൻ്റെ കീഴിലെ സാധനമില്ല, ഒലിച്ചു പോകും. ഇങ്ങനെ പല സ്ഥലത്തും ഇപ്പം കോഴിക്കോട്, കണ്ണൂരൊക്കെ ഇത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ സാർ പറഞ്ഞ വെള്ളത്തിനെ കുറിച്ചാണ്, പുഴ. അപ്പോൾ അതാണ് അവിടെ ചെയ്യേണ്ടത്. അതുപോലെ ചെറിയ അരുവിയാണെങ്കിൽ പോലും അരുവി നികത്തിയിട്ട് നമ്മൾ അരുവിക്ക് സൈഡും ഒക്കെ കെട്ടി അരുവിയുടെ സ്ഥലം കുറച്ച് നമ്മുടെ പുരയിടമാക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അരുവിയിലൊന്നും തൊടാതിരിക്കുക. ഈ മഴയുള്ളിടത്തോളം കാലം അരുവി ഉണ്ടാവും. അപ്പോൾ അരുവി മഴ കൂടുതൽ പെയ്യുകയാണെങ്കിൽ അരുവി നിറഞ്ഞു കഴിഞ്ഞ് ഒഴുകി കഴിഞ്ഞാൽ ഈ പുരയിടമൊന്നും അവർക്ക് ബാധകമല്ല, അതെടുത്തുകൊണ്ടങ്ങ് പോകും. അപ്പം അതിൽ ആ ജലത്തിനുമായിട്ടുള്ള പ്രതിപ്രവർത്തനവും ഇച്ചിരി ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് ചെയ്യുക. പിന്നെ മരങ്ങളുടെ ഒരു ഗുണം, നമ്മൾ ഏത് മലയിൽ കയറുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന, അതിന് കാലാവസ്ഥയായിട്ട് ബന്ധമുണ്ട്. കാർബൺ സീക്വസ്ട്രേഷൻ ആഗിരണം ചെയ്യുന്ന ഏറ്റവും വലുത് മരങ്ങളാണ്. അതേപോലെ അതിൻ്റെ വേരാണ് ഈ മണ്ണിനെ പലപ്പോഴും പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ഭാഗം അതാണ്. അപ്പോൾ അതുകൊണ്ട് മരങ്ങളോടുള്ള ഈ വിപ്രതിപത്തി, അതും റൂട്ട് സിസ്റ്റം അത്തരം മരങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അല്ലാതെ നമ്മളതിനെ വെട്ടിമാറ്റാനുള്ള വേറുള്ള മരങ്ങൾ ഫൗണ്ടേഷൻ തകർക്കുമെന്ന് പറഞ്ഞ് വെട്ടിമാറ്റുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. അപ്പോഴാണ് ഈ പശ്ചിമഘട്ട മേഖലകളിലെ ചെയ്യുക. പിന്നെ വേറെ അതിലും സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ കനമുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഉള്ള വീട് വെപ്പിനെക്കുറിച്ച് അതിനൊരു പുനർചിന്തനം ആവശ്യമാണ്. കാര്യം ഒരു എർത്ത്ക്വേക്കിലോ അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡിലോ ഒരു വലിയ ഭിത്തി ഇടിഞ്ഞ് വീണാൽ
പരിക്കപ്പെടാതെ പോകണം. അപ്പോൾ ലൈറ്റ് സ്ട്രക്ചറിനെ കുറിച്ച് അതിനുള്ള ടെക്നോളജിയൊക്കെ വരുന്നുണ്ട്. ലോകത്തെല്ലായിടത്തും കൊണ്ട്, ഇന്ത്യയിലും പല ഉണ്ടെന്ന് പറയുന്നു. നമ്മൾ അതിലോട്ടുള്ള മാറ്റത്തിന് നമ്മൾ തയ്യാറാവണം. ഇപ്പോൾ എന്ത് വെച്ചാലും നമ്മുടെ സുരക്ഷിതത്വമാണ് നോക്കുന്നത്. സുരക്ഷിതത്വം ഏറ്റവും വലിയ കരിങ്കല്ല് കൊണ്ട് കെട്ടിയാലും ഒരു ഡ്രില്ല് വെച്ച് പൊളിക്കാവുന്നതേ ഉള്ളൂ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവിടുത്തെ, അതായത് നമ്മൾ ജലത്തെ സംരക്ഷിക്കുന്ന സമയം വന്നു, ഭൂമിയുടെ ചരിവും അതും ഇത്തരം കാര്യങ്ങൾ നോക്കുക, അപകടമായ ചരിവുകളിൽ നിന്ന് മാറിക്കഴിയുക, അതുപോലെ താഴോട്ട് റോഡിന് വേണ്ടി കുത്തനെ കുത്താതിരിക്കുക, അത് ലാൻഡ് സ്ലിപ്പ് അവിടെ ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു 3-4 കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് ചെയ്താൽ നമ്മുടെ താമസം, നമ്മുടെ ആവാസവ്യവസ്ഥ, നമ്മളുണ്ടാക്കിയ ആവാസവ്യവസ്ഥ. കടലിനെ കുറിച്ചാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കടലിലോട്ടാണ് ഇരുന്നത്. കടൽ തീരത്ത് നമ്മൾ എന്ന് പറയണേ ഇന്നെന്താ നടക്കുന്നത്? ആഗോളതാപനം നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, കാലാവസ്ഥ വ്യതിയാനം അംഗീകരിക്കുന്നുണ്ട്. കടലിൽ, അതായത് 92 തൊട്ട് 19 വരെ എങ്ങാണ്ടുള്ള ഒരു കണക്ക്, ഞാനിപ്പോൾ അപ്ഡേറ്റഡ് അല്ല, പറയണത് ഏകദേശം 8-10 സെൻറ്റിമീറ്റർ കടൽ വിധാനം ആവറേജ് ഉയർന്നിട്ടുണ്ടെന്നാണ് പറയണത്. അത് എല്ലായിടത്തും ഒരുപോലെ ഇരിക്കത്തില്ല, ഐസോസ്റ്റാറ്റിക് ഡിഫറൻസ് വരും. ചിലയിടത്ത് കൂടുതലിരിക്കും, കുറഞ്ഞിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ 6 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ ഇതൊന്നും ഇല്ല എന്നൊരു തോന്നലുണ്ടാവും. പക്ഷേ ഈ വ്യാപിച്ചു കിടക്കുന്ന ഭൂഗോളത്തിന് ചുറ്റും കാണുന്ന കടലിൽ അതുപോലൊരു ലെയർ വന്നാൽ അത് കടലിലുണ്ടാക്കുന്ന ആന്തോളനവും അതിൻ്റെ ആ സ്ട്രെങ്തും തീരത്തടിക്കുമ്പോൾ ഉണ്ടാകുന്ന അതും എത്ര വലുതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ആഗോളതാപനം വരുന്നുണ്ട്, തീരങ്ങൾ എടുത്തു പോവുകയാണ് അവിടെ. പിന്നെ നമ്മുടെ അറബിക്കടലിൻ്റെ ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗമാണ് അറബിക്കടൽ. അതിൻ്റെ കിഴക്ക് ഭാഗത്തുള്ളതാണ് ബേ ഓഫ് ബംഗാൾ. ബേ ഓഫ് ബംഗാൾ ആയിരുന്നു സൈക്ലോൺസിൻ്റെ സെൻറ്റർ. ഇപ്പോൾ അറേബ്യൻ സീയിലാണ് താപനം, അതായത് സർഫസ് ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂടിയിരിക്കുകയാണ്, 1.2 എങ്ങാണ്ട് കൂടിയിരിക്കുകയാണ്. സ്പീഡിലത് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ സൈക്ലോണിൻ്റെ ഒരു ഉറവിട കേന്ദ്രമായിട്ട് ഇത് മാറും എന്നുള്ള ഒരു പ്രൊജക്ഷനാണ് ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും സംഭവിച്ചു കഴിയുമ്പോൾ നമ്മളിപ്പം തീരദേശ പരിപാലനത്തിൽ നമുക്ക് എന്തെല്ലാം ഇളവുകൾ തന്നാലും തീരത്തോടടുത്ത് വീട് വെക്കാനും വലിയ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാനും പ്ലാൻ ചെയ്യുന്നവർ അതിൽ പോയി വീഴണോ വേണ്ടേ എന്ന് ആദ്യം ആലോചിക്കണം. 2, ടെമ്പററി, അതായത് പൊളിച്ചു മാറ്റാവുന്നതും, ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ അമേരിക്കയിലൊക്കെ ഇതുണ്ടാകുന്ന സമയത്ത്, ഈ ടൊർണാഡോയും ഒക്കെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്ട്രക്ചർ പോലുള്ള സ്ട്രക്ചറിലാകുക. മേജർ കോൺക്രീറ്റ് സ്ട്രക്ചറിനെ കുറിച്ച് ഒഴിവാക്കുക. കാര്യം സീ എറോഷൻ ഒരു റിയാലിറ്റിയാണ്, കേരളം എന്നും ഫേസ് ചെയ്യണതാണ്. സെൻഡേ ഫ്രെയിംവർക്കിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു സിഗ്നേറ്ററി ആയിട്ടുള്ള ഇന്ത്യ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് കേരള ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇതിന് ഏതറ്റം വരെയും പോയും കോസ്റ്റൽ എറോഷൻ നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തി അതിന് കോമ്പൻസേഷൻ മേടിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ നമ്മൾ പാറ കൊണ്ടിട്ട് ഇത് തടുക്കാവുന്ന എന്തെങ്കിലും ഒരു മോഹം ഉണ്ടെങ്കിൽ ആ മോഹത്തിൽ നിന്ന് പിന്മാറുകയും വേണം. അത് ചില കോൺട്രാക്ടർമാരെയും ചില എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ പുറകിലുള്ളവരെ മാത്രമേ സഹായിക്കുള്ളൂ. ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നുള്ള നമ്മുടെ ഇടനാടാണ്. ഇടനാട് എന്താണ് നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും നമ്മുടെ കൃഷിയും എല്ലാം ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഫ്ലഡ് നമ്മൾ 18-19 920 നമുക്കറിയത്തില്ല. അപ്പോൾ ഫ്ലഡ്സാണ്. ഇന്നിപ്പം ഈ 18 ഫ്ലഡ് കഴിഞ്ഞപ്പം 7 വലിയ നദികളിലെങ്കിലും ഫ്ലഡ് മാർക്കേഴ്സ് സ്ഥാപിച്ചിട്ടുണ്ട്, ഇവിടെ വരെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും മനസ്സിൽ വെച്ചിട്ട് ഇപ്പം പണ്ട് റിവർ ഫ്രണ്ട് വേണം വീട് വെക്കാനെന്നും പറഞ്ഞ് നടന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ മോഹങ്ങൾക്കൊക്കെ ഇതുപോലൊരു അപകടം ഉണ്ടെന്ന് മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം പെരുമാറുകയും വേണം അത്തരം കാര്യങ്ങളിൽ. പിന്നെ നമ്മൾ പറഞ്ഞത്, ഇതിലും വലിയ ഈ ആഗോളതാപനത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്നത് നമ്മൾ ഫ്ലഡ് വരെ വന്നുള്ളൂ. ഫ്ലഡ് കഴിഞ്ഞാൽ പ്രകൃതിയുടെ അടുത്തതെന്ന് പറയുന്നത് ഡ്രൗട്ടാണ്. അങ്ങനെയാണ് ഈ നമ്മുടെ ഈ ഹരപ്പൻ സംസ്കാരമെല്ലാം നശിച്ചതിൻ്റെ കാരണമായിട്ടാണ് പറയുന്നത്. അപ്പോൾ 3, 4, 5 വർഷം തുടർച്ചയായിട്ട് ഡ്രൗട്ട് വന്നു കഴിഞ്ഞാൽ മലയാളിയുടെ ഇന്ന് കൂടുതലും വെള്ളം കുടിക്കുന്ന കിണറുകളിൽ നിന്ന്, അത് ഈ ഫ്രിയാറ്റിക് സോണാണ്. അതായത് നമ്മുടെ ഭൂതലത്തിൽ നിന്ന് ഒരു 15, 20, 30 മീറ്റർ ആഴം വരെയുള്ള ഈ ലാറ്ററൈറ്റും ചെളിയും എല്ലാം കൂടെയുള്ള ഈ ഭാഗത്താണ്. ഇതിലുള്ള സ്റ്റോറേജ് വളരെ ചുരുക്കമാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു ഡ്രൗട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടിവെള്ളം മുടങ്ങും, പുഴയിലെ വെള്ളവും കാണത്തില്ല. പൈപ്പ് വെള്ളം കൊടുക്കാമെന്ന് പറയുന്നത് അതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. ജനങ്ങളുടെ പുരയിടത്തിൽ സൂക്ഷിക്കുക. അവനവൻ്റെ പുരയിടത്തിൽ കുറച്ച് വെള്ളം താഴോട്ടിറങ്ങാനുള്ള, നമ്മൾ പ്രിന്തേറിയ ഇടുമ്പോൾ ചുറ്റുമുള്ള സ്ഥലമെങ്കിലും ഉണ്ടല്ലോ, അവിടെ വെള്ളം താഴോട്ടിറങ്ങാനുള്ള ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ ടൈൽസ് ഒന്നും ഇടാതെ അങ്ങനൊരു കൾച്ചർ. പിന്നെ കാർബൺ സീക്വസ്ട്രേഷൻ, ഇത് കാർബൺ ഡയോക്സൈഡ് ആണല്ലോ ആഗോളതാപനത്തിൻ്റെ കാരകനായിട്ട് പറയണത്. അതിനെ പ്രതിരോധിക്കാനായിട്ട് ഇന്ന് ടെക്നോളജി ഒന്നും കയ്യിലില്ല, ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പിന്നെ മരമാണ്.
ഈ ഫോട്ടോസിന്തസിസ് നമ്മളെ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ച സാധനം. അപ്പം മരങ്ങളോടുള്ള ആ വിപ്രതിപത്തി അല്ലെങ്കിൽ അതിനോടുള്ള പുച്ഛം കളഞ്ഞിട്ട് വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ കൃഷി, അതെ, അത് മാറ്റുക, വെള്ളം ഇറങ്ങാൻ സൗകര്യം വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ പ്രോസസ്സ് ചെയ്തേ പറ്റുള്ളൂ, നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷേ നമ്മുടെ ജൈവമായിട്ടുള്ള വേസ്റ്റുകളുണ്ട്. പണ്ട് ഇത് നമ്മുടെ എല്ലാ വീടുകളിലും ഒരു പശു, ഒരാട് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു തൊഴുത്ത്, അതിനുള്ളിൽ ചാണാനിടാനുള്ള അല്ലെങ്കിൽ ചാമ്പൽ കൊണ്ടിടും. അവിടെ നമ്മുടെ പഴത്തിൻ്റെയോ ഇലയുടെയോ എന്തെങ്കിലും കൊണ്ട് അതെല്ലാം ഇടും. ഇത് നമ്മുടെ കൃഷിയിടത്തിലോട്ട് പോവുക. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒരു സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കാണുന്ന കാർബണും അത് അറ്റ്മോസ്ഫിയറിലുള്ള മാത്രമല്ല, ഈ ഇലയും മറ്റേതൊക്കെ ഇല്ലേ, ഇതിനെ നമ്മൾ ചുട്ട് കഴിഞ്ഞാൽ നേരെ ഓക്സിജനും കൂടെ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ അറിയാം. അതേസമയത്ത് അതിനെ കമ്പോസ്റ്റ് ആക്കി വെച്ചാൽ, നമ്മൾ വളമായിട്ട് ഉപയോഗിച്ചാൽ ഭൂമിയിൽ ഇപ്പം മരം പിടിച്ചെടുക്കും, വീണ്ടും മരത്തിൻ്റെ ഇല കൊഴിയും, അവൻ വീണ്ടും കമ്പോസ്റ്റ് ആവും. ഇങ്ങനെ വർഷങ്ങളോളം നമുക്ക് ഈ കാർബണെ കടലിൽ പോയി വീഴാതെ അറ്റ്മോസ്ഫിയറിൽ പോകാതെ കരയ്ക്ക് നിർത്താൻ പറ്റും. അതാണ് ഈ കൃഷിയുടെ ഗുണം, അതാണ്. അപ്പോൾ ജൈവ കൃഷിയുടെ ഭാഗത്തിലോട്ട് മാറുകയാണ്. നൈട്രജൻ വലിയ ശല്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവിടെയും സൂക്ഷിക്കാം. അപകടം പിടിച്ച ഈ ഫ്ലഡ് റിസ്ക് സർക്കാർ ഇത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, നമുക്ക് പ്രേരിപ്പിക്കാനേ പറ്റുള്ളൂ. ഇന്നത്തെ ബ്യൂറോക്രസിക്ക് ഇതിലൊന്നും താല്പര്യമില്ല. എൻ്റെ കൊച്ചു പരിമിതമായിട്ടുള്ള ഇൻട്രാക്ഷൻ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ജനങ്ങളുടെ രീതിയിൽ താമസിക്കാൻ പോകുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ സൂക്ഷിച്ച 3 സ്ഥലങ്ങളുമുണ്ട് പറഞ്ഞ്. ഇനി ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഇതിനപ്പുറത്ത് മലയാളിയുടെ പ്രോബ്ലം, ഈ കൂട്ടുകുടുംബം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഇൻഡിപെൻഡൻറ്റ് വീടുകളാണ്. അപ്പം വീടിൻ്റെ അളവും ഇതിനും നമ്മൾ സ്വയമായിട്ടൊരു തീരുമാനത്തിൽ പോകണം. ഇത് ആർഭാടത്തിനുള്ള ഒരു ലാൻഡ് സ്ലൈഡ് വന്നാൽ, ഒരു സീ എറോഷൻ വന്നാൽ, ഒരു ഫ്ലഡ് വന്നാൽ ഇതെല്ലാം ഒറ്റയടിക്ക് തീരുന്ന സാധനമേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ കാറിൻ്റെ സിറ്റുവേഷൻ, പണ്ട് കാറ് നമ്മൾ ആഘോഷപൂർവ്വം സൂക്ഷിച്ച് വെക്കുമായിരുന്നു. ഇതിപ്പോൾ കാറ് റോഡിലായിരുന്നു അല്ലേ. അതുപോലെ വീടിൻ്റെ സ്ഥിതി ഇതിലോട്ട് പോകും. അപ്പോൾ വീടിന് വേണ്ടിയുള്ള ഒരു ജീവിതം മുഴുവൻ തുലയ്ക്കുന്ന പണം കൊണ്ട് അതിൽ ഇറക്കാതിരിക്കുക, ദാറ്റ് ഈസ് ഫസ്റ്റ് തിങ്. പിന്നെ വരുമ്പോൾ സ്ഥലത്തിൻ്റെ പ്രശ്നമാണ്. സ്ഥലം നമുക്കിനിയിപ്പോൾ കാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ, കാട്ട് ഒട്ടുമില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, വയനാട് ഇടുക്കിയിലൊക്കെ എടുക്കുമ്പോൾ അവിടെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റാണ്. എന്താണ്? മൃഗത്തിന് ആവശ്യമുള്ള സ്ഥലം ഇല്ല, അവർ പച്ചപ്പ് കണ്ട് താഴോട്ടിറങ്ങി. ഈ മൃഗത്തിനെ സൂക്ഷിക്കണമെന്ന് പറയുന്നത് ഈ പ്രകൃതിയിലെ മനുഷ്യനാണ് ഏറ്റവും അവസാനം വന്ന ജീവജാലം എന്ന് പറയുന്നത്. നമ്മുടെ പിതാമഹന്മാരെന്ന് പറയുന്ന ബാക്കിയുള്ള ഉരുവങ്ങളും ഇതുമെല്ലാം ആണ്. അപ്പോൾ അവരാണ് ഇതിനെ പറ്റിയൊരു ആവാസ വ്യവസ്ഥയെല്ലാം കൂടെ നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് പ്രകൃതിയിൽ ഉണ്ടായിരുന്നതിനെ കുറച്ച് റെസ്പിറേഷൻ ഈ സിസ്റ്റത്തിലൊക്കെ നന്നാക്കി നമുക്ക് തന്ന അവരാണ്. അപ്പോൾ അവരെ നശിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാമെന്ന് നോക്കണ്ട. 1. 2, ഇന്നിപ്പം ഈ അനിമൽ പ്രോഡക്ട്സ് ഫോറസ്റ്റിൽ നിന്നാണ് മെഡിസിനൽ പ്രിപ്പറേഷന് വേണ്ടി 80-90% ഈ കോമ്പൗണ്ട്സും വരുന്നത്. അപ്പോൾ എത്ര വാല്യുബിളാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഫാക്ടറി സ്ഥാപിക്കുന്നവന് ഇന്നിപ്പം പൊല്യൂഷൻ അബേറ്റ്മെൻറ്റിന് ടെക്നോളജി വെക്കുന്നതിന് പകരം കുറച്ച് ഫോറസ്റ്റ് കാണിച്ചു കൊടുത്താൽ ക്ലിയറൻസ് കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഫോറസ്റ്റ് വളർത്തി കഴിഞ്ഞാൽ ഇങ്ങനൊരു കാര്യം ഇവിടെ നടപ്പുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പോകണം. അപ്പോൾ ഇനി ഫോറസ്റ്റിൽ കയറി വീട് വെക്കാൻ നോക്കില്ല, നമ്മൾ കുറച്ച് സ്ഥലം ഫോറസ്റ്റായിട്ട് വിടണം. അങ്ങനെയാണ് ഒരു കാലാവസ്ഥയെ നിർണ്ണയിക്കുന്നതിന് പങ്കുണ്ട്. ഈ ജലത്തിൻ്റെ, അതായത് പുഴ ഉണക്ക് കാലത്ത് പുഴയിൽ വെള്ളം വരണമെങ്കിൽ കാട്ടിൽ വെള്ളം ഉണ്ടാവണം, അതേ വരുള്ളൂ. അപ്പോൾ അതിനെ നിൽക്കണം. അപ്പോഴും നമുക്കൊരു ചോദ്യമുണ്ട്, നമ്മൾ വീട് എല്ലാവർക്കും സ്വന്തം വീട് വേണം, അതൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. വലിയ വീട് ഒഴിവാക്കുകയും 1ാം ഫ്ലോറിന് മേളിലുള്ള സ്ഥലം ഒരു കുടുംബക്കാർക്കെങ്കിലും വേണ്ടി ഓണർഷിപ്പിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലെജിസ്ലേഷൻ വരണം. ഇപ്പം നമ്മൾ ഫ്ലാറ്റ് വിലയ്ക്ക് മേടിക്കുന്നില്ലേ, ഉപരിതല ഉപഭോഗം ഒരു ലെവൽ കൊടുക്കുക. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരുപാട് സ്ഥലം കിടക്കും. ആ സ്ഥലത്ത് നമുക്ക് മരങ്ങളാകാം, ആ സ്ഥലത്ത് നമുക്ക് കൃഷിയാവാം. ഈ പറഞ്ഞപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ചെയ്യാവുന്ന ലോക്കൽ, ഇപ്പോൾ 10 മരങ്ങളുടെ ഇടയിൽ ഒരു വീടുണ്ടെങ്കിലുണ്ടല്ലേ, പകല ഏത് ചൂടിലും ഒരു ടെമ്പറേച്ചർ അളവ് ഇച്ചിരി കുറവായിരിക്കും അവിടെ. സാറേ നമുക്ക് അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ മിക്കവാറും സാർ ഈ ഒടുവിൽ സമ്മറൈസ് ചെയ്തപ്പോൾ നമുക്ക് ഈ വേണ്ട കാര്യങ്ങൾ മുഴുവൻ അത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സാർ ഇത്രയും സമയം ഇത്രയും കാര്യം പറഞ്ഞത്, സാറ് 70-50 വർഷം കൊണ്ട് ആർജിച്ച ഒരു വിജ്ഞാനം വളരെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞതിൽ വളരെ സന്തോഷം. താങ്ക് യു.